ഹായ് ഹലോ വെൽക്കം ടു HSC മലയാളി. അപ്പോൾ നമ്മൾ ജാനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ മാസത്തെയും കൃത്യമായ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പം ജാനുവരി മാസത്തിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ 2025 ദ ഫസ്റ്റ് കറണ്ട് അഫയേഴ്സ് ആയ ജാനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ PDF നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ HSC മലയാളി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ ഈ PDF അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ ജാനുവരിയിലെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ. ഓക്കെ, റിപ്പബ്ലിക് ഡേ അല്ലേ. നമ്മൾ ജാനുവരി മാസം എടുത്തു കഴിഞ്ഞാൽ ദ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വൺ ആണിത്. നമുക്ക് റിപ്പബ്ലിക് ഡേ എല്ലാ വർഷവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. മെയിനായിട്ട് ചോദിക്കുന്നത് ആരാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്നായിരിക്കും ചോദിക്കുന്നത് അല്ലേ. അപ്പം നോക്കാം, 76 എത്രാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് ഇത്തവണ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്? 76ാമത്തെ റിപ്പബ്ലിക് ഡേ ആണിത് നമ്മൾ ഈ ഒരു വർഷം സെലിബ്രേറ്റ് ചെയ്തത് കേട്ടോ. ഓക്കെ, നമ്മൾ 1950 ജാനുവരി 26 ആണിത് നമുക്ക് ഫസ്റ്റ് റിപ്പബ്ലിക് ഡേ നമ്മൾ ആചരിച്ചത്. ഇത് 76ാമത്തെ റിപ്പബ്ലിക് ഡേ ആയിരുന്നു നമ്മൾ ഈ വർഷം 2025 നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. ഇനി ആരായിരുന്നു ചീഫ് ഗസ്റ്റ്? ഇത്തവണ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രബോവോ സുബിയാൻഡോ. ആരാണ്? പ്രബോവോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. രണ്ട് തരത്തിൽ ചോദിക്കാം. ഏത് കൺട്രിയിലെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഏത് കൺട്രിയാണ്? ഇന്തോനേഷ്യയിലെ പ്രസിഡന്റ് ആണ്. ഇനി ആളുടെ പേരെന്താണ്? പ്രബോവോ സുബിയാൻഡോ. ഇതുപോലെ തന്നെ കഴിഞ്ഞ തവണ ചോദ്യം ഉണ്ടായിരുന്നു. 2024 ആരായിരുന്നു? ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു അല്ലേ. 2024 ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു എന്ത് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട്. ഫ്രാൻസിന്റെ ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു നമുക്ക് 2024 നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നത്. അതുപോലെ നമ്മുടെ ഫസ്റ്റ് ഏറ്റവും ആദ്യത്തെ 1950 ആരായിരുന്നു? അതും ചോദിക്കാറുണ്ട്. 1950 ആരാണ്? സുഗർണോ. ഓക്കെ, 1950 സുഗർണോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് തന്നെയായ സുഗർണോ ആയിരുന്നു എന്ത് നമുക്ക് 1950 നമ്മുടെ ഫസ്റ്റ് റിപ്പബ്ലിക് ഡേയുടെ അന്ന് നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ഫാക്ട്സ് ഇതോടെ ബന്ധപ്പെട്ട് ഇപ്പോൾ 2024 ചോദിച്ചെന്ന് വെച്ചാൽ മേ ബി ഇനിയുള്ള കോമ്പറ്റീവ് എക്സാംസ് മേ ബി 2024 ചോദിക്കാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതുകൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് പഠിച്ചു നോക്കുക. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 76th റിപ്പബ്ലിക് ഡേയുടെ ചീഫ് ഗസ്റ്റ് ആയിരുന്നു ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രബോവോ സുബിയാൻഡോ ആയിരുന്നു. അതുപോലെ ഇത്തവണത്തെ തീം എന്തായിരുന്നു? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് രീതിയിൽ പഠിക്കാം. ഒന്ന് ഹിന്ദിയിൽ സ്വർണിം ഭാരത് വിരാസത് ഔർ വികാസ്, അല്ലെങ്കിൽ ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെന്റ്. ഇതായിരുന്നു നമുക്ക് 2025 നമ്മുടെ 76ാമത്തെ റിപ്പബ്ലിക് ഡേയുടെ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തീംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഗോൾഡൻ ഇന്ത്യ, ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെന്റ്. മേ ബി ഇത് ഹിന്ദിയിലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വർണിം ഭാരത് വിരാസത് ഔർ വികാസ് എന്നതാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വാക്കുക. ഇനി അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കുറച്ച് ഫാക്ട്സ് ആണ് റിപ്പബ്ലിക് ഡേ പരേഡുകളെ കുറിച്ച് അല്ലേ. ആരാണ് ബെസ്റ്റ് ടാബ്ലോ അവാർഡ് കിട്ടിയെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, റീസെന്റ് കഴിഞ്ഞ വർഷം മുമ്പിലത്തെ വർഷമൊക്കെ ഒഡീഷ ഗവൺമെന്റ് ഒക്കെ ആയിരുന്നു ഇത് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇപ്പം 2025 ബെസ്റ്റ് ടാബ്ലോ അവാർഡ് ലഭിച്ച ആർക്കാണ്? ഉത്തർപ്രദേശ് ആട്ടോ. ഉത്തർപ്രദേശ്. ഓക്കെ, ആർക്കാണ്? ഉത്തർപ്രദേശാണ് 2025 ദ ബെസ്റ്റ് ടാബ്ലോ അവാർഡ് ഗോസ് ടു ഉത്തർപ്രദേശ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ചോദിക്കാൻ ഹൈ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തീം എന്തായിരുന്നു? മഹാകുംഭ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് പറയുന്നത് മഹാകുംഭമേള അല്ലെ. 144 വർഷങ്ങൾ കൂടി നടക്കുന്നതാണ് പ്രയാഗ്രാജിലെ മഹാകുംഭമേള. അപ്പോൾ മഹാകുംഭമേള തീമാക്കിയിട്ടാണ് ഇത്തവണത്തെ ടാബ്ലോ അവാർഡ് അവർക്ക് ലഭിച്ചത്. അവരുടെ ഈ തീമായിരുന്നു മഹാകുംഭ് 2025. അതുപോലെ സ്വർണിം ഭാരത് വിരാസത് ഔർ വികാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തീം ഈ ഒരു തീം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ തീമിന്റെ പുറമെ നിങ്ങൾ ഉത്തർപ്രദേശിന്റെ ഈ തീം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ബെസ്റ്റ് മാർച്ചിങ് ആർക്കായിരുന്നു? അത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ആർമിക്കാണ്. ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾ കണ്ടിജന്റ് ആണ് ബെസ്റ്റ് മാർച്ചിങ് അവാർഡ് ലഭിച്ചത്. അതുപോലെ മിനിസ്ട്രീസ് ആയിരുന്നു ബെസ്റ്റ് മിനിസ്ട്രി എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് ട്രൈബൽ. ഓക്കെ, മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ് ബെസ്റ്റ് മിനിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തൊക്കെ ഒന്നുകൂടെ പറയാം. ബെസ്റ്റ് ടാബ്ലോ അവാർഡ് ഉത്തർപ്രദേശ് ലഭിച്ചു. അതുപോലെ അതിന്റെ തീം മഹാകുംഭായിരുന്നു. അതുപോലെ ബെസ്റ്റ് മാർച്ചിങ് ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസിനാണ് ലഭിച്ചത്. അതുപോലെ മിനിസ്റ്റേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് വെച്ചാൽ ബെസ്റ്റ് മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് ഓക്കെ നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് നോക്കാം. നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ്സ് ആണ്. വി നാരായണൻ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ 11th ചെയർമാൻ ഓഫ് ISRO. ISROയുടെ 11ാമത്തെ ചെയർമാനായിട്ട് വി നാരായണനെ സെലക്ട് ചെയ്തു അല്ലെ. റീസെന്റ് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടാണ്. നമ്മുടെ എസ് സോമനാഥ്, അതായത് നമ്മുടെ 10ാമത്തെ ചെയർമാനായ 10th ചെയർമാനായ എസ് സോമനാഥ് അല്ലെ. എസ് സോമനാഥിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വി നാരായണൻ വന്നിട്ടുള്ളത്. ഓക്കെ, എന്നാണ് ISRO ഫോം ചെയ്തത്? 1969 അല്ലെ. 1969 ISRO
ഫോം ചെയ്തത്. അതുപോലെ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത് ബാംഗ്ലൂർ അല്ലേ? ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ. ഓക്കെ, ബാംഗ്ലൂർ. ഓക്കെ, ബാംഗ്ലൂരാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്പോയിൻമെൻ്റ് ആണ്. എപ്പോഴും എന്താണ് ചോദിക്കാൻ ഹൈ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. ഓക്കെ, കാരണം ISRO ചെയർമാൻസ് മാറുമ്പോഴൊക്കെ എന്താണ് അത് ചോദ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുക, 11ാമത്തെ പുതിയ ISRO ചെയർമാനായിട്ട് V. നാരായണൻ അപ്പോയിന്റ് ചെയ്ത്. അതിൻ്റെ കൂടെ എന്താണ് ഏത് വർഷമാണ് ISRO ഫോം ചെയ്തത്? 1916 അതുപോലെ എന്താണ് എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്? ബാംഗ്ലൂരാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നതും ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത് സഞ്ജീവ് രഞ്ജൻ ഹാസ് ബീൻ അപ്പോയിന്റ് ആസ് ദ സെക്രട്ടറി ജനറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ. ഓക്കെ, അപ്പോയിന്റ്മെന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കണ്ടപ്പേഴ്സിലെ ഒരു എന്താണ് ഒരു പാർട്ടാണ് അപ്പോയിൻമെന്റ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോയിൻമെന്റ്സ്, അവാർഡ്സ്, അതുപോലെ എന്താണ് ഇങ്ങനെ സ്പോർട്സിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഏറ്റവും മേജറായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്താ അപ്പോയിൻമെന്റ്സ് വരുന്നത്. അപ്പം ഓഷ്യൻ റിം, ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ്റെ പുതിയ സെക്രട്ടറി ജനറൽ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു? സഞ്ജീവ് രഞ്ജൻ. എന്നാണ് ഈ ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ ഫോം ചെയ്തത്? 1997 1997 ഈ ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ ഫോം ചെയ്ത്. ഇതിൻ്റെ കൂടെ ജസ്റ്റ് സ്റ്റാറ്റിക് ആയിട്ടൊരു കാര്യങ്ങൾ പഠിച്ചു നോക്കുക. അപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? V. നാരായണൻ. അതുപോലെ എന്താണ് ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ്റെ പുതിയ സെക്രട്ടറി ജനറൽ ആരാണ്? അത് സഞ്ജീവ് രഞ്ജനാണ്. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ മിലിറ്ററീസ്. ഓക്കെ, ഒരു ഇൻഡെക്സ് ആണ്, ഒരു റാങ്കിങ് ആണ്. ഓക്കെ, അപ്പോൾ വേൾഡിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ട്, ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ട് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് എടുക്കുവാണെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങൾ ഏതൊക്കെ പൊസിഷനിൽ വരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുവാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, നമ്മുടെ US ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒന്നെങ്കിൽ എന്താണ്? ഒന്നെങ്കിൽ ഫസ്റ്റ് ഏറ്റവും ആദ്യമേ ആര് എത്തിയെന്നത്, അതുപോലെ തന്നെ ഇന്ത്യയുടെ റാങ്ക് എത്രാമതാണ്? ഓക്കെ, എന്താണ് എത്രയാണ്? ഇന്ത്യയുടെ റാങ്ക് 4ാമതാണ്. നാലാമതാണ് ഇന്ത്യയുടെ റാങ്ക് വരുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, രണ്ടാമത് വന്നിരിക്കുന്നത് റഷ്യ ആണ്, മൂന്നാമത് ചൈനയാണ്, നാലാമത് ഇന്ത്യ വന്നിരിക്കുന്നത്. ഇന്ത്യ. അപ്പോൾ 4 നോട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് US ആണ്. അതുപോലെ ഇന്ത്യ റാങ്ക് ഈ രണ്ടെണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് US-ഉം നമ്മുടെ റാങ്ക് എത്രയാണ്? നമ്മുടെ റാങ്ക് 4ാമതുമാണ്. ഇനി അടുത്തൊരു റാങ്ക് നമുക്ക് നോക്കാം. ഹെൽത്ത് ഇൻഡെക്സ് 2025, ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ ഈ ഹെൽത്ത് ഇൻഡെക്സ്, ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ ഏറ്റവും ടോപ്പ് വന്നിരിക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? ഒഡീഷയാണ്. നമ്മുടെ ഇന്ത്യക്കുള്ളിൽ നടത്തുന്ന ഒരു ഹെൽത്ത് ഇൻഡെക്സ് ആണ്. ഏറ്റവും കൂടുതൽ എന്താണ് ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത് എന്താണ് ഇമ്മ്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ ഉള്ളത് എവിടെയാണെന്ന് എന്താണ് നോക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2025 എന്ന് പറയുന്നത്. ഒഡീഷയാണെന്ത് ഈ ഒരു ഇൻഡെക്സിൽ ടോപ്പ്ഡ് ആയ സ്റ്റേറ്റ് കേട്ടോ. ഒഡീഷ ടോപ്പ്ഡ്. ഓക്കെ, അപ്പോൾ 2 പഠിച്ചു. നമ്മുടെ US ആണ് ഫസ്റ്റ് എന്ത് പവർഫുൾ, വേൾഡിലെ തന്നെ മോസ്റ്റ് പവർഫുൾ മിലിറ്ററി. ഇന്ത്യക്ക് 4ാം റാങ്കാണ്. അതുപോലെ എന്താണ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് എന്താണ് ഒഡീഷ സ്റ്റേറ്റ് ടോപ്പായി മാറുകയും ചെയ്തു. നെക്സ്റ്റ്, വെറ്റ്ലാൻഡ് സിറ്റീസ്. ഓക്കെ, അപ്പം നമ്മുടെ വേൾഡ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് വെറ്റ്ലാൻഡ് സിറ്റീസ് എന്താണ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ട് 2 വെറ്റ്ലാൻഡ് സിറ്റീസ്, ദ ഫസ്റ്റ് വെറ്റ്ലാൻഡ് സിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതേപോലെ അത് ഇൻഡോർ ആൻഡ് ഉദയ്പൂർ ആണ്. ഓക്കെ, ഇൻഡോർ ആൻഡ് ഉദയ്പൂർ. മധ്യപ്രദേശിലെ ഇൻഡോറും രാജസ്ഥാനിലെ ഉദയ്പൂർ ആണ് ഇന്ത്യയിലെ തന്നെ ദ ഫസ്റ്റ്, ദ 2 Indian cities to be recognized as wetland cities. ഇതാണ് വെറ്റ്ലാൻഡ് സിറ്റീസ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ വെറ്റ്ലാൻഡ് സിറ്റീസ് ആയിട്ട് ഏതൊക്കെയാണ്? ഇൻഡോറും ഉദയ്പൂർ സിറ്റിയും എന്താണ് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ഏതിൻ്റെ അണ്ടർ? റാംസാർ കൺവെൻഷൻ അണ്ടറിലാണ് ഈ വെറ്റ്ലാൻഡ് സിറ്റീസിനെ എന്താണ് ക്ലാസിഫൈ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ലോകത്ത് ഇതുവരെ എത്ര വെറ്റ്ലാൻഡ് സിറ്റീസ് എന്ന് വെച്ചാൽ ഗ്ലോബലി നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ 2 കൂട്ടി 74 വെറ്റ്ലാൻഡ് സിറ്റീസ് ആണ് ഇപ്പോൾ ഉള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇന്ത്യയിലെ തന്നെ എന്താണ് ആദ്യത്തെ 2 ഏറ്റവും എപ്പോഴും കണ്ടപ്പേഴ്സ് വരുമ്പോൾ എന്താണ് ദ ലാർജസ്റ്റ്, ബിഗ്ഗസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ഫസ്റ്റ് 1, 2 അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അപ്പോൾ ആദ്യത്തെ 2 സിറ്റീസ് ഏതാണെന്ന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇൻഡോറും ഉദയ്പൂറും ആണെന്ത് ഇന്ത്യയിലെ ആദ്യത്തെ വെറ്റ്ലാൻഡ് സിറ്റീസ് ആയിട്ട് റാംസാർ കൺവെൻഷൻ എന്താണ് ഈ 2 സിറ്റീസിനെ എന്താണ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്ലോബലി ലോകത്ത് മൊത്തം 74 വെറ്റ്ലാൻഡ് സിറ്റീസ് ആണിത് ഇതുവരെ ഉള്ളതെന്നും നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ജാനിക് സിന്നർ ഹാസ് വോൺ ദ മെൻസ് സിംഗിൾ ടൈറ്റിൽ അറ്റ് ഓസ്ട്രേലിയൻ ഓപ്പൺ 2025. ഓക്കെ, എപ്പോഴും ഞാൻ പറഞ്ഞു സ്പോർട്സുമായി ബന്ധപ്പെടുന്നതാണ്, എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പോൾ ജാനിക് സിന്നർ അല്ലേ, നമ്മൾ റീസെൻ്റ് ആയിട്ട് കേട്ട് തുടങ്ങിയ കഴിഞ്ഞ വർഷം തൊട്ട് എന്താണ് എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് ജാനിക് സിന്നർ. അപ്പോൾ ഇത്തവണത്തെ 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ആരാണ് വോൺ ചെയ്തത്? അത് വോൺ ചെയ്ത് ജാനിക് സിന്നർ ആണ്. ഇത് മാത്രമല്ല 2024 ഓക്കെ 2024 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ, അതുപോലെ US ഓപ്പൺ, അതുപോലെ മിയാമി ഓപ്പൺ. ഓക്കെ,
ഇത് മൂന്നും ആരാ വോൺ ചെയ്ത്? ഇത് മൂന്നും വോൺ ചെയ്തും ജാനിക് സിൻഡർ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ കൂടെ നിങ്ങൾ മേ ബി 2024 ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. 2024 ഓസ്ട്രേലിയയിലും 2025 ഓസ്ട്രേലിയ ഓപ്പൺ ചെയ്ത് ജാനിക് സിൻഡർ ആണ്. അതുപോലെ എന്താണ് US ഓപ്പണും കൂടെ എന്താണ് മിയാമി ഓപ്പണും വോൺ ചെയ്തും ജാനിക് സിൻഡർ ആണെന്ന് നോക്കി വെക്കുക. അതുപോലെ ഈ സെയിം മാഡിസൺ കീസ് ഹാസ് വോൺ ദ വുമൻസ് ടൈറ്റിൽ അറ്റ് ഓസ്ട്രേലിയൻ ഓപ്പൺ. നമ്മൾ മെൻസ് മാത്രം പഠിച്ചാൽ മതി പോരാ. മേ ബി എന്താണ് ബേബി വുമൻസിൻ്റെയും ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ഓസ്ട്രേലിയൻ ഓപ്പൺ വുമൻസ് നോക്കി നോക്കുക. ആരാണ്? മാഡിസൺ കീസ് ഹാസ് വോൺ ദ വുമൻസ് ടൈറ്റിൽ അറ്റ് ഓസ്ട്രേലിയൻ ഓപ്പൺ 2025. 2025 ഓസ്ട്രേലിയ ഓപ്പൺ വോൺ ചെയ്ത് മാഡിസൺ കീസ് ആണ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം പഠിച്ചു. ഓസ്ട്രേലിയ ഓപ്പൺ ഫോർ മെൻസ് ജാനിക് സിൻഡർ, ഫീമെയിൽ മാഡിസൺ കീസ്. അതുപോലെ ഈ മൂന്നെണ്ണം 2024 ഓസ്ട്രേലിയയിലും മിയാമിയും US ആരാണ് വോൺ ചെയ്ത്? വോൺ ചെയ്ത് ജാനിക് സിൻഡർ ആണ് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വിജയ് ഹസാര ട്രോഫിയിൽ നമ്മൾ ടി വിയിലെ കണ്ടു കാണും. എന്താണ്? കർണാടക ഹാസ് വോൺ ദ 32nd വിജയ് ഹസാര ട്രോഫി. 32ാമത്തെ വിജയ് ഹസാര ട്രോഫി ആരാ വോൺ ചെയ്ത്? അത് കർണാടകയാണത് വോൺ ചെയ്ത് കേട്ടോ. കർണാടക വോൺ. ഇനി എവിടെയാണ് ഇതിന്റെ പ്ലെയർ ഓഫ് ദ സീരീസ് ആയത്? കരുൺ നായരാണ്. പ്ലെയർ ഓഫ് സീരീസ് കരുൺ നായർ. ഇനി എവിടെയാണ് നടന്നത്? ഇത് ഡിഫീറ്റ് ചെയ്ത് വിദർഭ. വിദർഭനാണ് ഫൈനലിൽ ഡിഫീറ്റ് ചെയ്തത് കേട്ടോ. വിദർഭ ഡിഫീറ്റഡ് വിദർഭനാണ് ഫൈനലിൽ ഡിഫീറ്റ് ചെയ്തത്. അതുപോലെ എവിടെയാണ് ഇതിന്റെ ഫൈനൽ നടന്നു വെച്ചാൽ വഡോദര. വഡോദരയിലാണ് ഇതിന്റെ ഫൈനൽ നടന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അതുപോലെ നെക്സ്റ്റ് വൺ, ഇന്ത്യ ഹാസ് ഡെവലപ്ഡ് ദ വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ ഹൈഡ്രജൻ ട്രെയിൻ എഞ്ചിൻ. വേൾഡിലെ തന്നെ ദ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ട്രെയിൻ എഞ്ചിൻ ആരാണ് ഡെവലപ്പ് ചെയ്തത്? ആരാണ്? അത് ഇന്ത്യയാണ്. ഇനി ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ്, ഏത് റൂട്ടിലാണ് ഈ ഹൈഡ്രജൻ ട്രെയിൻ എഞ്ചിൻ റൺ ചെയ്യുന്നത്? അങ്ങനെ ചോദിക്കാം. അത് ഹരിയാന കേട്ടോ. റൂട്ട് ഹരിയാന. ഏത് സ്റ്റേറ്റിൽ കൂടെയാണ് അല്ലെങ്കിൽ ഏത് റൂട്ടാണെന്ന് വെച്ചാൽ ഹരിയാനയാണ് ആ റൂട്ട് കേട്ടോ. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം പഠിച്ചു. വിജയ് ഹസാര ട്രോഫി ആരാണ് വോൺ ചെയ്തത്? 32ാമത്തെ 32nd എഡിഷൻ ആട്ടോ. പ്രത്യേകിച്ച് 32nd എഡിഷൻ വിജയ് ഹസാര ട്രോഫി വോൺ ചെയ്ത് കർണാടകയാണ്. ബീറ്റ് ചെയ്ത് വിദർഭേനെയാണ്. കണ്ടക്ട് ചെയ്ത് എവിടെയാണ്? അതുപോലെ വഡോദരയിലാണ്. പിന്നെ ചോദിക്കുന്നതാണ് പ്ലെയർ ഓഫ് ദ സീരീസ് ആരാണ്? കരുൺ നായരാണ് പ്ലെയർ ഓഫ് ദ സീരീസ്. അതുപോലെ വേൾഡിലെ തന്നെ മോസ്റ്റ് പവർഫുൾ ഹൈഡ്രജൻ ട്രെയിൻ എഞ്ചിൻ ആരാ ബിൽഡ് ചെയ്യുന്നത്? ഇന്ത്യയാണ് ബിൽഡ് ചെയ്യുന്നത്. ഏത് റൂട്ടാണ്? ഹരിയാന റൂട്ടിലാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിൽ നമ്മൾ റീസെന്റ് കണ്ടു, എന്താണ് ന്യൂസിലൊക്കെ കണ്ടു കാണും. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് കണ്ടക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഫേസ്. 2 ഫേസുകളിലാണ് ഈ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ഇത്തവണ കണ്ടക്ട് ചെയ്യുന്നത്. ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ഹാസ് ബീൻ ഹെൽഡ് ഇൻ ലഡാക്ക്. ഫസ്റ്റ് ഫേസ് എവിടെയാണ്? ഫസ്റ്റ് ഫേസ് ലഡാക്കിലാണ് ഇപ്പം ഹെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഫേസ് ലഡാക്കിൽ. ഇതിന്റെ സെക്കൻഡ് ഫേസ് സെക്കൻഡ് ഫേസ് ഈ മാസം ഫെബ്രുവരിയിലൊക്കെ ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സെക്കൻഡ് ഫേസ് നടക്കുന്നത്? ഫെബ്രുവരിയിലാണ് ഈ സെക്കൻഡ് ഫേസ് കൊണ്ടുവന്ന്. ഇതിനകത്ത് ലഡാക്ക് ഹാസ് ടോപ്പ് ഇൻ ദ ലിസ്റ്റ്. ലഡാക്കാണ് ഇപ്പോൾ ഈ ഫസ്റ്റ് ഫേസിൽ ഏറ്റവും കൂടുതൽ പോയിന്റോടെ ടോപ്പായി നിൽക്കുന്ന ആരാണ്? ലഡാക്കാണ്. ലഡാക്കിന് 4 ഗോൾഡ് 2 സിൽവർ 1 ബ്രോൺസും ആയിട്ട് ടോട്ടൽ 7 മെഡലുകൾ ടോട്ടൽ 7 മെഡൽസുമായിട്ടാണ് ഇപ്പം ലഡാക്ക് ടോപ്പായിട്ട് നിൽക്കുന്നുണ്ട്. സെക്കൻഡ് ആരാണ്? സെക്കൻഡ് തമിഴ്നാടാണ് സെക്കൻഡ് ആയിട്ട് നിൽക്കുന്നത്. ഇനി ഇതിന്റെ സെക്കൻഡ് ഫേസ് കണ്ടക്ട് ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൽ ഫെബ്രുവരി മാസമാണ്. നോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫേസ് ആരാണ്? ലഡാക്കാണ് മീൻസ് എന്താണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, PM മോദി കമ്മീഷൻഡ് INS സൂരത്ത്, INS നീലഗിരി ആൻഡ് INS ബക്ഷീർ ഇൻ മുംബൈ. 3 വാർഷിപ്പുകളാണ്. ഈ 3 INSന്റെ 3 ഷിപ്പുകളും ഏത് മീൻസ് മെയിനായിട്ട് എന്താണ്? PM മോദിയാണ് ഇത് കമ്മീഷൻ ചെയ്തേക്കുക അല്ലേ? PM മോദി. അപ്പം മോദി എന്താണ് ലോജി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അതുപോലെ നമ്മുടെ INS എന്താണ്? ഇന്ത്യൻ നേവൽ ഷിപ്സ് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സ്ഥലത്താണെന്ന് ചോദിക്കാറുണ്ട്. എപ്പോഴും കാണുന്നതാണ്. ഏത് തുറമുഖത്ത് ഏത് തീരത്താണെന്ന് ഇതെപ്പോഴും കമ്മീഷൻ ചെയ്യുന്നത് ചോദിച്ചാൽ എവിടെയാണ്? ഇവിടെ മുംബൈ. മുംബൈയിലാണെന്ത് ഈ 3 അപ്പോൾ 3 ഒരുമിച്ച് പഠിക്കുക. INS സൂരത്ത്, അതുപോലെ INS നീലഗിരി ആൻഡ് INS ബക്ഷീർ. ഇത് 3 എവിടെയാണ്? 3 മുംബൈയിലാണെന്ത് ഇത് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ഓപ്പറേഷൻ സാർത്ത് ഹവ. ആരാണ് ഓപ്പറേഷൻ സാർത്ത് ഹവ ലോഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് വെച്ചാൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. BSF ആണ്. BSF. അത് രാജസ്ഥാന്റെ ബോർഡേഴ്സ് ആണ് ഈ ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തത് കേട്ടോ. ബോർഡേഴ്സ് ഓഫ് രാജസ്ഥാൻ. രാജസ്ഥാന്റെ ബോർഡേഴ്സിനാണ് ഈ ഓപ്പറേഷൻ സാർത്ത് ഹവ എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ്സ് ലോഞ്ച് ചെയ്യുന്ന ഓപ്പറേഷൻസ് ഒന്നെങ്കിൽ ചോദിക്കാം ഏത് സ്റ്റേറ്റിലാണ് ഇത് ലോഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ ഏത് ഒരു ബോർഡറിലാണ് ലോഞ്ച് ചെയ്തത്. പിന്നെ ചോദിക്കുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. BSF ആണ് ഇത് ഓപ്പറേഷൻ സാർത്ത് ഹവ എന്ന് പറയുന്നത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് INS ഷിപ്സ് എവിടെയാണ്? മുംബൈയിലാണ്. അതുപോലെ ഓപ്പറേഷൻ സാർത്ത് ഹവ ലോഞ്ച് ചെയ്ത് BSF ആണ്. രാജസ്ഥാന്റെ ബോർഡേഴ്സിലാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്.
നെക്സ്റ്റ് വൺ ബ്രിക്സ്. ഓക്കെ, എപ്പോഴും ന്യൂസ് കാണുന്നതല്ല ബ്രിക്സ്. നൈജീരിയ ഹാസ് ബിക്കം ദ 9th പാർട്ട്ണർ കൺട്രി ഓഫ് ബ്രിക്സ് കേട്ടോ, ശ്രദ്ധിക്കുക, മെമ്പർ അല്ല, പാർട്ട്ണർ കൺട്രി ആട്ടോ നൈജീരിയ. എന്താണ് പാർട്ട്ണർ കൺട്രി ഓഫ് ബ്രിക്സ് ആയിട്ട് മാറിയിട്ട്, അതായത് ബ്രിക്സിന്റെ മീറ്റിംഗിനൊക്കെ എന്താണ് ക്ഷണിക്കുന്ന വൺ ഓഫ് ദ കൺട്രീസിന് പറയുന്നതാണ് പാർട്ട്ണർ കൺട്രീസ് ഉണ്ട്. അപ്പോൾ നൈജീരിയ 9th പാർട്ട്ണർ കൺട്രി ആയിട്ട് മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. ബ്രിക്സ് മെയിനിൽ നമുക്കറിയാം ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ആണ് ബ്രിക്സ് വരുന്നത്. പക്ഷേ ടോട്ടൽ 10 മെമ്പേഴ്സ് ഉണ്ട്. മൊത്തം ഇപ്പം 10 മെമ്പേഴ്സ് ഉണ്ട്. ഇത് ഏത് വർഷമാണ് ഫൗണ്ട് ചെയ്ത്? 2009 സ്റ്റാറ്റിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എപ്പോഴും ബ്രിക്സിന് ചോദിക്കുന്നതാണ്. സ്റ്റാറ്റിക് ആയിട്ട് ഏത് വർഷമാണ് ഫോം ചെയ്ത്, എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം നോട്ട് ചെയ്യുക, ഫൗണ്ട് 2009 എന്താണ് ഇത് ഫൗണ്ട് ചെയ്തു. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഷാങ്കായിലാണത് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അതുപോലെ 10 മെമ്പേഴ്സ് ആണുള്ളത്. ഇനി 2025 ബ്രിക്സ് സമ്മിറ്റ് വാസ് ഹെൽഡ് ഇൻ ബ്രസീൽ. 2025 എന്താണ് ബ്രിക്സ് സമ്മിറ്റ് ബ്രസീലാണ്. 2024 എവിടെയാണ്? 2024 റഷ്യ കേട്ടോ. 2024 റഷ്യ ആണ്. മേ ബി 2024 കൂടി ചോദിക്കാം, അതുകൊണ്ടാണ് ഇതും കൂടെ പറഞ്ഞത്. 2024 റഷ്യ, അതുപോലെ 2025 എവിടെയാണ്? 2025 ബ്രസീൽ ആട്ടോ. ബ്രസീൽ. ഓക്കെ, ബ്രസീൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, ജിതേന്ദ്ര പാൽ സിംഗ് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ഇന്ത്യസ് ന്യൂ അംബാസഡർ ടു ഇസ്രായേൽ. ഓക്കെ, ഓരോ കൺട്രിയിലേക്ക് എന്താണ് നമ്മൾ ഓരോ അംബാസിഡേഴ്സിനെ നമ്മൾ എന്താണ് അപ്പോയിന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പുതിയൊരു അപ്പോയിന്റ് ആണെന്ത്? ജിതേന്ദ്ര പാൽ സിംഗ് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ഇന്ത്യസ് ന്യൂ അംബാസഡർ ടു ഇസ്രായേൽ. ഓക്കെ, ഇസ്രായേലിലേക്കുള്ള പുതിയ അംബാസിഡർ ആണെന്ത്? ജിതേന്ദ്ര പാൽ സിംഗ് എന്ന് പറയുന്നത്. അടുത്താണ് ബഹദൂർ സിംഗ് സഖോ ഹാസ് ബീൻ എലക്ടഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ബഹദൂർ സിംഗ് സഖോ. ഓക്കെ, അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഫോം ചെയ്ത വർഷം ചോദിക്കാറുണ്ട്. 1946 1946. ഓക്കെ, 1946 അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഫോം ചെയ്ത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹി ആട്ടോ. ന്യൂഡൽഹി. ഓക്കെ, ന്യൂഡൽഹി ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അപ്പോൾ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് ആരായിട്ടപ്പെട്ടു? ബഹദൂർ സിംഗ് സഖോനെയാണെന്ത് ഞാൻ പറയുന്നത്. അപ്പോയിന്റ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പുതിയ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് ബഹദൂർ സിംഗ് സഖോ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ എന്താണ് അംബാസഡർ ഇസ്രായേലിലേക്ക് നമുക്കുള്ള പുതിയ അംബാസഡർ അപ്പോയിന്റഡ് പേരാണ് ജിതേന്ദ്ര പാൽ സിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഖോ വേൾഡ് കപ്പ് 2025 നമ്മൾ കഴിഞ്ഞ ഡിസംബറിലൊക്കെ പഠിച്ചായിരുന്നു. ഖോ വേൾഡ് കപ്പ് 2025 കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലാണെന്ന്. ഓക്കെ, ആ ഇവന്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇവന്റിൽ ആരാണ് വോൺ ചെയ്തത്? നമ്മുടെ ഇന്ത്യ മെൻസും വിമൻസും ഈ ഖോ വേൾഡ് കപ്പ് 2025 വോൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ത്യ ഹാസ് വോൺ ദ മെൻസ് ആൻഡ് വിമൻസ് 2025 ഖോ വേൾഡ് കപ്പ്. ഓക്കെ, എവിടെയാണ് നടന്നത്? ഹെൽഡ് അറ്റ് ഇന്ദിരാഗാന്ധി അരീന, ന്യൂഡൽഹിയിലാണ് ഈ ഖോ വേൾഡ് കപ്പ് നടന്നത്. അപ്പോൾ വളരെ പഠിക്കാൻ വളരെ ഈസിയല്ല. അതെ, ഇന്ത്യയിലാണ് നടന്നത്. ഇന്ത്യ മെൻസും വിമൻസും ഈ ഖോ വേൾഡ് കപ്പിൽ വോൺ ചെയ്തു. നടന്നവിടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അരീനയിലാണ് ഈ ഖോ വേൾഡ് കപ്പ് കണ്ടക്ട് ചെയ്തതെന്നും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ്, അലോക് ആരാധെ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ ബോംബെ ഹൈക്കോർട്ട്. ഓക്കെ, ഓരോ ഹൈക്കോർട്ടിലെ പുതിയ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സുപ്രീം കോടതി ജസ്റ്റിസ് മാത്രമല്ല, ചീഫ് ജസ്റ്റിസ് ഈ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് മാറുമ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോംബെ ഹൈക്കോർട്ടിൽ നോക്കാം. ആരാണ്? അലോക് ആരാധയാണെന്ത് ബോംബെ ഹൈക്കോർട്ടിലെ പുതിയ ചീഫ് ജസ്റ്റിസ്. അതുപോലെ അത് മാത്രമല്ല, ബോംബെ മാത്രമല്ല, നമുക്ക് ഒരെണ്ണം നോക്കാം. എവിടെയാണ്? ഡൽഹി ഹൈക്കോർട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ദേവേന്ദ്ര കുമാർ ഉപാധ്യായ ടുക്ക് ഓത്ത് ആസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഡൽഹി ഹൈക്കോർട്ട്. ഓക്കെ, അപ്പോൾ ഡൽഹി ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് മാറിയിട്ടുണ്ട്. അതുപോലെ ബോംബെ അല്ലെങ്കിൽ മുംബൈ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസും മാറിയിട്ടുണ്ട്. 2 പേരുകൾ പഠിച്ചു നോക്കുക, അലോക് ആരാധെ ആൻഡ് ദേവേന്ദ്ര കുമാർ ഉപാധ്യായ. ഓക്കെ, രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത നാഷണൽ സ്പോർട്സ് അവാർഡ്. ഓക്കെ, നാഷണൽ സ്പോർട്സ് അവാർഡ്. ഓക്കെ, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. ആരാണ് മേജർ ധ്യാൻചന്ദ്? നമ്മുടെ ഹോക്കി വിസാർഡ് അല്ലേ, ഹോക്കി വിസാർഡ് എന്നൊക്കെ അറിയപ്പെടുന്ന. ഓക്കെ, ഹോക്കി വിസാർഡ് എന്നൊക്കെ അറിയപ്പെടുന്ന മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് സ്പോർട്സ് അവാർഡാണ്. ഓക്കെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും അവാർഡ്സ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും മൂല്യം കൂടിയ അവാർഡാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്ന് പറയുന്നത്. ഇത് 4 പേർക്കാണ് ഈ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ച. ആർക്കൊക്കെ നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഗുകേഷ് ടി, നമുക്ക് എല്ലാവർക്കും അറിയാം, 5 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ലഭിച്ച വേൾഡ് ചാമ്പ്യനായ ദ യങ്ങസ്റ്റ് അല്ലേ, നമ്മൾ കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫയേഴ്സ് പഠിച്ചായിരുന്നു. ദ യങ്ങസ്റ്റ് 1-2 ഇൻ ദ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആരാണ്? അത് ഗുകേഷ് ആണ്, ചെസ്. അതുപോലെ ഹർമൻപ്രീത് സിംഗ് ഹോക്കി. ഓക്കെ, ഇന്ത്യൻ ഹോക്കി ഫെഡറേഷന്റെ
എന്താണ് ബെസ്റ്റ് പ്ലെയർ ഒക്കെ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ട ഒരാളാണ് ഹർമൻപ്രീത് സിംഗ്. ഇത് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഓൾറെഡി പഠിച്ചതാണ്. ഹോക്കിയിലെ ഹർമൻപ്രീത് സിംഗ്, അതുപോലെ പ്രവീൺ കുമാർ, ഓക്കെ, പാരാ അത്ലറ്റ് ആയ പ്രവീൺ കുമാർ, അതുപോലെ മനു ഭാക്കർ, ഷൂട്ടിംഗ് നമുക്ക് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡലൊക്കെ നേടിത്തന്ന മനു ഭാക്കർ. ഈ 4 പേരുമാണ് ഇത്തവണത്തെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡിന് അർഹരായിട്ടുള്ള 4 പേര്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഓപ്ഷനൊക്കെ ചോദിക്കാം. താഴെ തന്നിരിക്കുന്ന ആരൊക്കെയാണ് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡിന് അർഹരായവർ, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് കിട്ടാത്തതെന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് എപ്പം കറണ്ട് അഫയേഴ്സ് ചോദിക്കാറുണ്ട്. ഈ അവാർഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാം. പ്രത്യേകിച്ച് പറഞ്ഞാൽ സ്പോർട്സ് അവാർഡ്സ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. എല്ലാ കോമ്പറ്റീവ് എക്സാംസും നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്നതാണ് സ്പോർട്സിൻ്റെ അവാർഡ്സ്. അതായത് സ്പോർട്സ് അവാർഡ്സ് കിട്ടുന്ന ആൾക്കാരുടെ പേരുകൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക, പഠിക്കുക. ഇത് മാത്രമല്ല, നമുക്ക് ഈ മേജർ ധ്യാൻചന്ദ് അവാർഡ് മാത്രമല്ല, നമുക്ക് അർജുന അവാർഡ്സ് നോക്കാം. എത്ര പേർക്കാണ് കിട്ടിയത്? ഇത്തവണ 34 പേർക്കാണ് ഈ അർജുന അവാർഡ് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഈ 34 പേരുടെ പേരുകളും പഠിക്കുന്നതിന് പകരം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പേരുടെ പേരുകൾ നമ്മളിവിടെ നോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് സോർട്ട് ചെയ്തിട്ടൊരു 10 പേരുടെ കാര്യങ്ങൾ നമ്മളിവിടെ നോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് നോക്കാം. ഫസ്റ്റ് വരുവാണെങ്കിൽ അന്നു റാണി. ഓക്കെ, അത്ലറ്റ് ആണ്. മേ ബി വേറൊരു ടൈപ്പ് ചോദിക്കാം. അതായത് സലീം തേത്ത അല്ലെങ്കിൽ അന്നു റാണി ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്പോർട്ട്, ഇങ്ങനെയും ചോദിക്കാറുണ്ട്. ഈ മെയിനായിട്ട് അവാർഡ്സ് കിട്ടിയവരുടെ പേരെടുത്തിട്ട് അവർ ഏത് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു, ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ എപ്പോഴും കണ്ടുവരുന്നതാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം. അന്നു റാണി, അന്നു റാണി അത്ലറ്റിക്സ് ആണ് കേട്ടോ. അന്നു റാണി മീൻസ് അത്ലറ്റിക്സ്. അതുപോലെ സലീമ തേത്തെ, എവിടെയാണ് സലീമ തേത്തെ? ഹോക്കിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുപോലെ പ്രീതി പാൽ, പാരാ അത്ലറ്റ് ആണ് പ്രീതി പാൽ. അതുപോലെ ജീവൻജീത് ദീപ്തി, ജീവൻജീത് ദീപ്തി പാരാ അത്ലറ്റ് ആണ്. അതുപോലെ നവദീപ് സിംഗ് അതും പാരാ അത്ലറ്റ് ആണ്. നെക്സ്റ്റ് വൺ സർബ്ജോത് സിംഗ്, ഷൂട്ടിംഗ് നമ്മൾ കണ്ടാണ് സർബ്ജോത് സിംഗ്. അതുപോലെ അമൻ സെഹ്റാവട്ട് റെസ്ലിംഗ്. ഓക്കെ, അമൻ സെഹ്റാവട്ട് ദ യങ്ങസ്റ്റ് ടു വിന്ന് മെഡൽ ഇൻ റെസ്ലിംഗ് ഒക്കെയാണ് അമൻ സെഹ്റാവട്ട്. അതുപോലെ വാന്തിക അഗർവാൾ, അതും ചെസ്സാണ്. അത് നിതേഷ് കുമാർ പാരാ ബാഡ്മിൻ്റൺ ആണ്. നെക്സ്റ്റ് വൺ സ്വപ്നിൽ കുസാലെ, ഷൂട്ടിംഗ്. ഓക്കെ, സ്വപ്നിൽ കുസാലെ, ഓക്കെ, നമ്മൾ ഒളിമ്പിക്സിലൊക്കെ കണ്ടാണ് സ്വപ്നിൽ കുസാലൊക്കെ ഷൂട്ടിംഗ്. അപ്പോൾ ഇത്രയും പേർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അർജുന അവാർഡ്സ് 34. എത്ര പേർക്ക് കിട്ടിയെന്നും നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. 34 പേർക്ക് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 പേരുടെ കാര്യങ്ങളും അവർ ഏത് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു, ഈ കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്യുക. നെക്സ്റ്റ്, ചൈന ഹാസ് ലോഞ്ച്ഡ് പാകിസ്ഥാൻസ് ഫസ്റ്റ് ഇൻഡിജീനിയസ് ഇലക്ട്രോ ഒപ്റ്റിക്കൽ സാറ്റലൈറ്റ്. ഓക്കെ, അതായത് ചൈന ആരുടെ ലോഞ്ച് ചെയ്ത്? പാകിസ്ഥാന്റെ ഇൻഡിജീനിയസ് ഇലക്ട്രോ ഒപ്റ്റിക്കൽ സാറ്റലൈറ്റ് ആയ PRSC-E01 ലോഞ്ച് ചെയ്തു. അതായത് ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള എൻവിറോൺമെന്റ് വീക്ഷിക്കാൻ വേണ്ടി. ഓക്കെ, സോ ഇന്ത്യ അല്ല, വേൾഡിന്റെ കേട്ടോ, വേൾഡ് എൻവിറോൺമെന്റിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി കേട്ടോ. വേൾഡ് എൻവിറോൺമെന്റ് ഒക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പാകിസ്ഥാൻ ലോഞ്ച്, പാകിസ്ഥാനല്ല ചൈന ലോഞ്ച് ചെയ്തത്, പക്ഷേ ആരുടെയാണ്? പാകിസ്ഥാൻ ഫസ്റ്റ് ഇൻഡിജീനിയസ് ഇലക്ട്രോ ഒപ്റ്റിക്കൽ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, PRSC-E01. അതുപോലെ പുതിയൊരു ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈ. ഓക്കെ, അതായത് ബാൻഡഡ് റോയൽ ബട്ടർഫ്ലൈ ഹാസ് ഡിസ്കവർഡ് ഇൻ ത്രിപുര. ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാണ്. പുതിയതായിട്ടൊരു സ്പീഷീസിനെ ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് സ്റ്റേറ്റിലാണ് ഇത് ഡിസ്കവർ ചെയ്തത്? അതിനാണ് ബാൻഡഡ് റോയൽ ബട്ടർഫ്ലൈ ഹാസ് ഡിസ്കവർഡ് ഇൻ ത്രിപുര. ത്രിപുരയിലാണ് ഈ ബാൻഡഡ് റോയൽ ബട്ടർഫ്ലൈ നമ്മൾ ഫൗണ്ട് ചെയ്തിട്ടുള്ള ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. നോട്ട് ചെയ്ത് നോക്കുക. 2 പഠിച്ചു. ഒന്ന് PRSC ആരാണ്? ചൈന ലോഞ്ച് ചെയ്ത്. പാകിസ്ഥാൻ അതിൻ്റെ എയിം? വേൾഡ് എൻവിറോൺമെന്റ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ പുതിയൊരു ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈ ത്രിപുരയിൽ അവർ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത് പെഡ പാൻഡുക. ഓക്കെ, പെഡ പാൻഡുക നമ്മൾ എപ്പോഴും ഫെസ്റ്റിവൽസ്, ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽസ് എപ്പോഴും കാണുന്നതാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ വൺ ഓഫ് ദ ഈ ജാനുവരിയിൽ സെലിബ്രേറ്റ് ചെയ്താണത് പെഡ പാൻഡുക എന്ന് പറയുന്നത് കേട്ടോ. പെഡ പാൻഡുക നമ്മുടെ മകരസംക്രാന്തി ഒക്കെ പോലെ ഇരിക്കും കേട്ടോ. പെഡ പാൻഡുക മീൻസ്. അതുപോലെ ആന്ധ്രാപ്രദേശിലെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഫെസ്റ്റിവൽ രാംനവമി, അതൊക്കെ ഉഗഡി ഒക്കെ അവിടുത്തെ ന്യൂ ഇയർ എന്ന് പറയുന്നതാണ് ഉഗഡി. അതുപോലെ രാംനവമി, ഇതൊക്കെ ആന്ധ്രാപ്രദേശിലെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ. പക്ഷേ ജനുവരിയിൽ ഈ പെഡ പാൻഡുക എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. റിലേറ്റീവ് സ്റ്റാറ്റിക് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. പെഡ പാൻഡുക ഏത് സ്റ്റേറ്റിലെ ഫെസ്റ്റിവലായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ആന്ധ്രാപ്രദേശിലാണ്. അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ ഒരെണ്ണമാണ് ബോഡ ത്യോഹോർ ഫെസ്റ്റിവൽ. ബോഡ ത്യോഹോർ ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിലാണ്? അത് ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, ഹിമാചൽ പ്രദേശാണ് ബോഡ ത്യോഹോർ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശിലെ മറ്റ് ഇമ്പോർട്ടൻ്റ് ഫെസ്റ്റിവൽസ് ആണ് ഹൽദ ഫെസ്റ്റിവൽ, അതുപോലെ ചൈത്രുൾ ഫെസ്റ്റിവൽ. ഓക്കെ, ചൈത്രുൾ ഫെസ്റ്റിവൽ ഓഫ് പിക്ചേഴ്സ്. ഓക്കെ, ചിത്രം മീൻസ് ചൈത്രുൾ. ഓക്കെ, അങ്ങനെ ആലോചിക്കുക. ഫെസ്റ്റിവൽ ഓഫ് പിക്ചേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ചൈത്രുൾ ഫെസ്റ്റിവൽ. ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ബോഡോ ത്യോഹോർ, ഹൽദ, ചൈത്രുൾ ഒക്കെ എവിടുത്തെയാണ്? അത് ഹിമാചൽ പ്രദേശിലെ
ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫെസ്റ്റിവൽസ് ആണ് നോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ 2 ഫെസ്റ്റിവൽ പഠിച്ചു. ഒന്ന് എന്താണ്, ഒന്ന് പെഡ പാൻഡുക ആൻഡ് എന്താണ് ബോഡോ ത്യോഹോർ. 2 ഫെസ്റ്റിവൽസും ആന്ധ്രാപ്രദേശ് ആൻഡ് ഹിമാചൽ പ്രദേശിലാണ് ഇത് ഉള്ളത്. നെക്സ്റ്റ് ആണ് സന്തോഷ് ട്രോഫി. ഓക്കെ, സന്തോഷ് ട്രോഫി ഇതും നമ്മൾ റീസെൻ്റ് ആയിട്ട് കാണാം, സ്പോർട്സ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സന്തോഷ് ട്രോഫി ഈ വർഷത്തെ സന്തോഷ് ട്രോഫി വോൺ ചെയ്തവരാണ് വെസ്റ്റ് ബംഗാൾ ഹാസ് വോൺ ദ സന്തോഷ് ട്രോഫി അല്ലേ. വെസ്റ്റ് ബംഗാൾ ആണ് ഇത്തവണ സന്തോഷ് ട്രോഫി വോൺ ചെയ്ത് നമ്മളെല്ലാവരും കണ്ടു കാണും. കേരളമായിട്ടാണ് നമ്മുടെ ഫൈനൽ നടന്നത്. ഓക്കെ, ഫൈനൽ കേരള വെസ്റ്റ് ബംഗാൾ ആയിരുന്നു, പക്ഷേ വെസ്റ്റ് ബംഗാൾ ആണ് വോൺ ചെയ്ത്. ഇനി ഫൈനൽ എവിടെ നടന്നത്? ഫൈനൽ നടന്നത് ഹൈദരാബാദിലാട്ടോ. ഓക്കെ, ഫൈനൽ നടന്നത് ഹൈദരാബാദിലാണ്. അതുപോലെ ബെസ്റ്റ് പ്ലെയർ ആണ് റോബി ഹൻസ്ത. ആരാണ് ബെസ്റ്റ് പ്ലെയർ? റോബി ഹൻസ്തയാണെന്നും നോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ 3 കാര്യം പഠിച്ചു. സന്തോഷ് ട്രോഫി വോൺ ചെയ്തത് വെസ്റ്റ് ബംഗാളാണ്. അത് എവിടെയാണ് നടന്നത്? ഹൈദരാബാദിലാണ് ഇതിൻ്റെ ഫൈനൽ ഹെൽഡ് ചെയ്ത്. അതുപോലെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ആരാണ്? ബെസ്റ്റ് പ്ലെയർ റോബി ഹൻസ്തയാണെന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്ത്യ വിൽ ഹോസ്റ്റ് ദ 28th കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസ് ഇൻ 2026. ഓക്കെ, അടുത്ത വർഷത്തേക്കുള്ളതാണ്. 2026 എന്താണ് കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസ് ആരാണ്? അത് ഇന്ത്യ ആണെന്ന് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ കോൺഫറൻസസ്. അതുപോലെ എന്താണ് സബ്മിറ്റുകളൊക്കെ എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, വരും കാലം ഇപ്പോൾ നമ്മൾ എന്താ പറയുക, സമ്മർ ഒളിമ്പിക്സ് എന്നൊക്കെ പറയുന്ന പോലെ എന്താണ് 2027 2030 എവിടെയൊക്കെയാണ് നടക്കുന്നത്. അതുപോലെ എന്താണ് കോൺഫറൻസുകളും സബ്മിറ്റുകളും എന്താണ് എവിടെയാണ് നടക്കുന്നത് ചോദിക്കാം. അത് ഇന്ത്യ വിൽ ഹോസ്റ്റ് ദ 28th കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസ് 2026 ഇത് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ പാർലമെന്റ് പവർ ഫങ്ഷൻസ് ആൻഡ് പ്രിവിലേജസ് KS ചൗഹാൻ ഒരു പുതിയ ബുക്കാണ്. ഓക്കെ, അദ്ദേഹം ഒരു സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം റീസെൻ്റ് ആയിട്ട് റിലീസ് ചെയ്ത ഒരു നാഷണൽ ന്യൂസ് പോലെ മീൻസ് എന്താണ് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ബുക്കാണ്. പാർലമെന്റ് പവേഴ്സ് ഫങ്ഷൻസ് ആൻഡ് പ്രിവിലേജസ് എന്ന് പറയുന്ന ബുക്ക് ആരാണ് ലോഞ്ച് ചെയ്ത് KS ചൗഹാനാണ്. ഒരു സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ് ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ആ ബുക്കിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ്. ഓക്കെ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കാണും, ഇന്ത്യാസ് ഫസ്റ്റ് ജനറേഷൻ ബീറ്റ ബേബി ഫ്രാങ്കി റംബ്രോദിക. ഓക്കെ, ഫ്രാങ്കി റംബ്രോദിക നമുക്കറിയാം, നമ്മളെന്താണ് ജെൻസി കിഡുകൾ, മില്ലിയൻ കിഡ്സ് എന്നൊക്കെ പറയാറുണ്ടല്ലേ, ആൽഫ കിഡ്സ്, ബീറ്റ കിഡ്സ് എന്നൊക്കെ പറയാൻ 2010 മുതൽ 2024 വരെയുള്ളവർക്കാണ് ആൽഫ കിഡ്സ് എന്നൊക്കെ പറയുന്നത്. 1990 മുതൽ നമ്മൾ 2010 വരെയുള്ള എന്താണ് ആൾക്കാരെ നമ്മൾ ജെൻസി കിഡ്സ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ എന്താണ് ഫസ്റ്റ് ബീറ്റ കിഡ്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫസ്റ്റ് ബീറ്റ ബേബി ആരാണ്? അത് ഫ്രാങ്കി റംബ്രോദികയാണ്. ഏത് സ്റ്റേറ്റിലാണെന്ന് വെച്ചാൽ മിസോറാം ആട്ടോ, മിസോറാം. ഓക്കെ, മിസോറാമിലാണിത് ജനിച്ചത് കേട്ടോ, മിസോറാം. ഓക്കെ, മിസോറാമിലാണ് ഈ കുട്ടി ജനിച്ചത്. അതുപോലെ നെക്സ്റ്റ് വൺ ആണ് സൗത്ത് ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലാബ് IRDL എവിടെയാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്? ബാംഗ്ലൂർ ആട്ടോ, ബാംഗ്ലൂർ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ എവിടെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. അപ്പം IRDL ഇൻഫെക്ഷ്യസ് ഡിസീസസ് റിസർച്ച്. ഇത് പ്രത്യേകം എന്താണ്? ഇന്ത്യാസ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യാസ് ഫസ്റ്റ് ആണ്. സൗത്ത് ഇന്ത്യ തന്നെ ഏറ്റവും ആദ്യത്തെ IRDL ലാബ് എവിടെയാണ് ലോഞ്ച് ചെയ്യുന്നത് വെച്ചാൽ അത് ബാംഗ്ലൂരാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു. ഫസ്റ്റ് ബീറ്റ ബേബി, അതുപോലെ എന്താണ് IRDL ലോഞ്ച് ചെയ്ത് സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് IRDL ലോഞ്ച് ചെയ്തത് ബാംഗ്ലൂരാണെന്നും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സത്യേന്ദ്രനാഥ് ബോസ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി. ഓക്കെ, സത്യേന്ദ്രനാഥ് ഒബ്സർവേറ്ററി എവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് പോയിന്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ലൊക്കേറ്റഡ് അറ്റ് പാഞ്ചത് ഹിൽ, വെസ്റ്റ് ബംഗാൾ. ഓക്കെ, വെസ്റ്റ് ബംഗാളിലെ പാഞ്ചത് ഹില്ലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈസ്റ്റേൺ ഇന്ത്യാസ് ഫസ്റ്റ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ആണ്. ഓക്കെ, ഈസ്റ്റേൺ ഇന്ത്യ, ഓക്കെ, ഈസ്റ്റ് സൈഡിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഒബ്സർവേറ്ററി എന്ന പ്രത്യേകം എന്താണ്? ഈ സത്യേന്ദ്രനാഥ് ബോസ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിക്ക് ഉണ്ട്. 2 കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്, അത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്താണ് എവിടെയാണിത് സ്ഥിതി ചെയ്യുന്നത് സ്റ്റാറ്റിക് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. ഏത് ലൊക്കേഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? അല്ലെങ്കിൽ മേ ബി ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാം, ഈസ്റ്റേൺ ഇന്ത്യാസ് ഫസ്റ്റ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ഏതാണ്? അത് സത്യേന്ദ്രനാഥ് ബോസ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ആണ്. അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ലൊക്കേറ്റഡ് അറ്റ് പഞ്ചേന്ത് ഹിൽ, വെസ്റ്റ് ബംഗാളിലെ പഞ്ചേന്ത് ഹിൽസിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ 2 കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റഡ് ദ അപാർ ID നോൺ ആസ് വൺ നേഷൻ വൺ സ്റ്റുഡൻറ് ID കാർഡ്. എന്താണ് ഈ അപാർ ID അല്ലെങ്കിൽ വൺ നേഷൻ വൺ സ്റ്റുഡൻറ് ID കാർഡ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ സ്റ്റുഡൻസിന് ലഭിക്കുന്ന റിവാർഡ്സ്, അതുപോലെ അച്ചീവ്മെന്റ്സ്, അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ള എല്ലാ പ്രോഗ്രസ് എന്താണ് കാര്യങ്ങളും ഒരു ഡിജിറ്റൽ ഐഡിയിലേക്കോട്ടോ, ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഐഡിയിലേക്ക് മാറ്റുന്നതാണിത് ഈ അപാർ ID എന്ന് പറയുന്നത്. കാരണം ആ ഡിജിറ്റൽ ID എന്ന് വെച്ചാൽ
നമുക്ക് ഇന്ത്യയിൽ ഉടനീളം എന്താണ് ഒരു സിംഗിൾ ആയിട്ടുള്ള ID കാർഡ് ആയിട്ട് മാറാം. കാരണം നമുക്ക് എവിടെ പോയാലും ഈ ID കാർഡ് സ്കാൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും എന്താണ് അച്ചീവ്മെന്റ്സ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ക്വാളിഫിക്കേഷൻസ് ഇതൊക്കെ എന്താണ് നമുക്ക് സിംഗിൾ ആയിട്ട് കാണാം. നമുക്ക് ആധാർ ഒക്കെ പറയുന്നത് എന്താണ് ആധാർ ID എന്നൊക്കെ പറയുന്നത്. കാരണം നമ്മുടെ എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിന്റ്സ് നമ്മുടെ ഡേറ്റാസ് അതുപോലെ എന്താണ് എല്ലാ കാര്യങ്ങളും എന്താണ് നമുക്ക് പെട്ടെന്ന് ഡിജിറ്റൽ എന്താണ് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ എന്താണ് എല്ലാ സ്റ്റുഡൻസിനും എന്താണ് ഇതുപോലെ അവർ ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് കഴിഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, എന്തൊക്കെ അച്ചീവ്മെന്റ്സ് അവർ നേടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് കൃത്യമായിട്ടൊരു സിംഗിൾ ആയിട്ടുള്ള ID കാർഡിലേക്ക് കൊണ്ടുവരിക. അതാണ് അബാർ ID വൺ സ്റ്റുഡൻറ്റ് വൺ നേഷൻ അല്ലെങ്കിൽ സോറി വൺ നേഷൻ വൺ സ്റ്റുഡൻറ്റ് ID കാർഡ് എന്ന് പറയുന്നത് കേട്ടോ. അബാർ ID എന്ന് പറയുന്ന പേരാണ് അബാർ ID എന്ന് പറയുന്നത്. അടുത്ത് മധ്യപ്രദേശ് ഹാസ് ലോഞ്ച് ദ പാർത്ത് യോജന ഇനിഷ്യേറ്റീവ്. എന്താണ് ഈ പാർത്ത് യോജന? അതായത് യങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ യങ് ഇൻഡിവിജ്വൽസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള കേട്ടോ. യങ് ഇൻഡിവിജ്വൽസിനെ എന്ത് ചെയ്യും? ട്രെയിൻ ചെയ്യാൻ വേണ്ടി. എന്തിനാ? ടു ജോയിൻ യങ് ഇൻഡിവിജ്വൽസിന്റെ ട്രെയിനിങ് ആണിത് ഈ പാർത്ത് യോജന എന്ന് പറയുന്നത്. അതായത് വളരെ ചെറുപ്പത്തിൽ എന്താണ് ഈ യങ് ഇൻഡിവിജ്വൽസിനെ ട്രെയിൻ ചെയ്യും. എന്താണ്? ഇന്ത്യൻ ആർമി പോലുള്ള ഫോഴ്സുകളിലേക്ക് എന്താണ് ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടോ. ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ നേവി പോലുള്ള സ്ഥലങ്ങളിലേക്ക് എന്താണ് യങ് ഇൻഡിവിജ്വൽസിനെ ഇവരെന്താണ് ട്രെയിൻ ചെയ്ത് എടുക്കും. അവർക്ക് ആ ഒരു ടൈം ആവുമ്പോൾ അവർ എന്താണ് ഒരു ജോയിൻ ചെയ്യുന്ന ടൈം ആകുമ്പോഴേക്കും അവർക്ക് എന്താണ് എഫക്റ്റീവ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് ഈ ഒരു ആർമിയിലും നേവിയിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കോച്ചിങ് പോലെ അല്ലെങ്കിൽ ട്രെയിനിങ് പോലുള്ളൊരു പദ്ധതിയാണിത് പാർത്ത് യോജന എന്ന് പറയുന്നത്. ഈ പാർത്ത് യോജന ആരാണ് ലോഞ്ച് ചെയ്തത്? മധ്യപ്രദേശ്. മധ്യപ്രദേശാണിത് ഈ പാർത്ത് യോജന ലോഞ്ച് ചെയ്തതെന്ന് നോട്ട് ചെയ്ത് നോക്കുക. അതുപോലെ ഒഡീഷ ഗവൺമെന്റ് ഹാസ് ലോഞ്ച് ദ ഷാഹിദ് മധോ സിംഗ് ഹത്ത് ഖർച്ച സ്കീം. അപ്പോൾ ഏത് സ്റ്റേറ്റ് ആണ്? ഒഡീഷ ഗവൺമെന്റ് ആണിത് ഈ ഷാഹിദ് മധോ സിംഗ് ഹത്ത് ഖർച്ച സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എന്താണ് ഈ ഷാഹിദ് സ്കീം? അതായത് 5,000 ഇൻസെന്റീവ് 5,000 ഇൻസെന്റീവ് ഫോർ ST സ്റ്റുഡൻസ്. ST സ്റ്റുഡൻസിന് എല്ലാ മാസവും 5,000 രൂപ വെച്ചുള്ള ഇൻസെന്റീവ് ലഭിക്കുന്നതാണിത് ഈ ഷാഹിദ് മാധോ സിംഗ് ഹാത്ത് ഖർച്ച സ്കീം എന്ന് പറയുന്നത്. ഏത് ഗവൺമെന്റ് ആണ് ലോഞ്ച് ചെയ്തത്? ഒഡീഷ ഗവൺമെന്റ് ആണ് ഇത് ലോഞ്ച് ചെയ്തത്. രണ്ട് ടൈപ്പിൽ ചോദിക്കാം. ഈ സ്കീം എന്താണ് പറയുന്നത്? അതായത് 5,000 രൂപ സ്റ്റുഡൻസിന് എല്ലാ മാസവും ഇൻസെന്റീവ് ആയിട്ട് കൊടുക്കുന്ന സ്കീമിന്റെ പേരെന്താണ്? അതുപോലെ ഏത് ഗവൺമെന്റ് ആണ് ഇത് ലോഞ്ച് ചെയ്തത്? ഒഡീഷ ഗവൺമെന്റ് ആണ് ഇത് ലോഞ്ച് ചെയ്തതുപോലെ പാർത്ത് യോജന. എന്താണ് പാർത്ത് യോജന? യങ് ഇൻഡിവിജ്വൽസിന് എന്താണ് ഇന്ത്യൻ ആർമി നേവി പോലുള്ള സ്ഥലങ്ങളിലേക്ക് എന്താണ് ജോയിൻ ചെയ്യാൻ വേണ്ടി അവരെ ട്രെയിൻ ചെയ്യുകയാണത് പാർത്ത് യോജന എന്ന് പറയുന്നത്. അതുപോലെ വൺ നേഷൻ വൺ സ്റ്റുഡൻറ് ID കാർഡ് പറയുന്നതാണ് അപാർ ID. അല്ലെങ്കിൽ എന്താണ് എല്ലാം നമ്മുടെ അച്ചീവ്മെന്റ്സ് എല്ലാം സിംഗിൾ ആയിട്ട് ഡിജിറ്റലി ഒരു സിംഗിൾ ID കാർഡിലേക്ക് മാറ്റുന്നതാണ് ഈ അപാർ ID എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ് 2025. എല്ലാ വർഷവും ആദ്യത്തെ മാസം പറയുന്നതാണ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സ്. അപ്പോൾ ഇത്തവണത്തെ എഡിഷൻ 82ാമത്തെ എഡിഷൻ ആണ് ഇത്തവണ നടന്നത്. ഇതിനകത്ത് നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണ് ഒന്ന് ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്. ഈ മൂന്ന് കാര്യങ്ങളും എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നമുക്ക് നോക്കാം. 82ാമത്തെ എഡിഷനിൽ ബെസ്റ്റ് ഫിലിം ഏതാണ്? ബെസ്റ്റ് ഫിലിം 2 കാറ്റഗറി ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഡ്രാമ കാറ്റഗറിയും ഒന്ന് മ്യൂസിക്കൽ ഓർ കോമഡി കാറ്റഗറിയും. ഫസ്റ്റ് ബെസ്റ്റ് ഫിലിം ഡ്രാമ കാറ്റഗറിയിൽ ദ ബ്രൂട്ടലിസ്റ്റ്. ഏതാണ്? ദ ബ്രൂട്ടലിസ്റ്റ് ആണ് ഡ്രാമ കാറ്റഗറിയിൽ ദ ബെസ്റ്റ് ഫിലിം ആയിട്ട് മാറിയിട്ടുള്ളത്. അതുപോലെ മ്യൂസിക്കൽ ഓർ കോമഡി ഏതാണ്? മ്യൂസിക്കൽ കോമഡിയിൽ എമിലിയ പെറസ് എന്ന് പറഞ്ഞ മൂവിയാണ് ദ മ്യൂസിക്കൽ കോമഡിയിൽ ബെസ്റ്റ് മൂവി ആയിട്ട് മാറിയിട്ടുള്ളത്. അതുപോലെ ബെസ്റ്റ് ആക്ടർ ആണ്, ബെസ്റ്റ് ആക്ടർ ആൻഡ്രിയൻ ബ്രോഡി ആണ്. അതുപോലെ ബെസ്റ്റ് ആക്ട്രസ് ആരാണ്? ഫെർണാണ്ടോ ടോറസ്. ഫെർണാണ്ടോ ടോറസ് ആണ് ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് മാറിയിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ടും നമ്മുടെ കോമ്പറ്റീവ് എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 കാര്യങ്ങളാണ് ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. 82ാമത്തെ എഡിഷൻ ആണ് ഇത്തവണ നടന്നത്. ഈ പേരുകളൊന്ന് ഫെമിലൈസ് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ്, രാകേഷ് ശർമ്മ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ MD ആൻഡ് CEO ഓഫ് IDBI ബാങ്ക്. IDBI ബാങ്കിന്റെ പുതിയ MD ആൻഡ് CEO ആയിട്ട് രാകേഷ് ശർമ്മേനെ ഇലക്ട് ചെയ്യപ്പെട്ടു. MD ആൻഡ് CEO കുറേ അപ്പോയിന്റ്മെന്റ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ M മോഹൻ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ഡയറക്ടർ ഓഫ് LPSC. LPSCയുടെ പുതിയ ഡയറക്ടർ ആയിട്ട് ആരാണ്? M മോഹനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് LPSC? ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം കേട്ടോ. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം
സെൻറ്റർ ആണെന്ത് LPSC എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ISRലെ കണ്ടിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ പുതിയ എന്താണ് ഡയറക്ടറായിട്ട് ആരാണ് M മോഹനെയാണ് അപ്പോയിൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ രണ്ടാളും പഠിച്ചു. MD ആൻഡ് CEO ഓഫ് IDBI ബാങ്ക് രാകേഷ് ശർമ്മയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണത് LPSCയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിൻ്റ് ചെയ്തിരിക്കാനാണ് M മോഹനെയാണ് അപ്പോയിൻ്റ് ചെയ്തിരുന്നത്. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ ആണത് LPSCയുടെ ഫുൾ ഫോം ഒന്നും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഓക്കെ, നമ്മുടെ ICC അവാർഡ്സ് ആണ്. ICC അവാർഡ്സ് ബെസ്റ്റ് മെൻസ് T20 ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ച ആർക്കാണ്? നമ്മുടെ അർഷദീപ് സിംഗിനാണ്. ഓക്കെ, നമ്മുടെ ബോളറായ ഇന്ത്യൻ ബോളറായ അർഷദീപ് സിംഗിനാണ് മെൻസ് T20 ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്പോർട്സ് അവാർഡ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന അവാർഡ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക അർഷദീപ് സിംഗ്. അതുപോലെ വുമൻസ് T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് അമേലിയ കെയർ ആണ്. ഓക്കെ, അമേലിയ കെയർ, ന്യൂസിലാൻഡിൻ്റെ അമേലിയ കെയർ. അതുപോലെ മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ നമ്മുടെ ജസ്പ്രീത് ബുംറ. ഓക്കെ, ജസ്പ്രീത് ബുംറ. അതുപോലെ മെൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് അസ്മത്തുള്ള ഒമർസായി. അതുപോലെ വുമൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് സ്മൃതി മന്ദാന, നമ്മുടെ ഇന്ത്യയുടെ സ്മൃതി മന്ദാനയ്ക്കാണ് മെൻസ് വുമൻസ് ODI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളാണ്. നിർബന്ധമായിട്ടും പഠിക്കുക, നോട്ട് ചെയ്ത് നോക്കുക. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദിക്കാൻ സാധ്യം നമ്മുടെ ഇന്ത്യക്കാരായ അർഷദീപ് സിംഗ്, അതുപോലെ ജസ്പ്രീത് ബുംറ, അതുപോലെ സ്മൃതി മന്ദാന. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോകുക. കാരണം ഇന്ത്യക്ക് ആയതുകൊണ്ട് എന്താണ് ചോദിക്കാൻ കുറച്ച് ചാൻസ് കൂടുതലാണ് ICC അവാർഡ്സ്. അപ്പോൾ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ്, ഛത്തീസ്ഗഡ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ലിങ്ക് ദ ഫോറസ്റ്റ് എക്കോസിസ്റ്റം വിത്ത് ഗ്രീൻ GDP. എന്താണ് ഗ്രീൻ GDP? അതായത് ഇവരുടെ എക്കോസിസ്റ്റവും എൻവിറോൺമെൻറ്റും ഒക്കെ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു എന്താണ് പ്രൊജക്റ്റാണ് GDP അല്ലെങ്കിൽ ഗ്രീൻ GDP എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ലിങ്ക് ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്താണ് ഈ ഗ്രീൻ GDP ആയിട്ട് ലിങ്ക് ചെയ്ത് അവരുടെ എക്കോസിസ്റ്റവും ബയോഡൈവേഴ്സിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്താണ് ആദ്യമായിട്ട് തീരുമാനിച്ച സ്റ്റേറ്റ് ആണ് ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഛത്തീസ്ഗഡ് ഗ്രീൻ GDP ആയിട്ട് ലിങ്ക് ചെയ്യാൻ തീരുമാനിച്ചു. അതുപോലെ വേൾഡ്സ് ലോങ്ങസ്റ്റ്, എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ലോങ്ങസ്റ്റ്, ലാർജസ്റ്റ്, ബിഗ്ഗസ്റ്റ് എന്നൊക്കെ പറയുന്ന ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അതുപോലെ എന്താണ് വേൾഡ്സ് ലോങ്ങസ്റ്റ് അല്ലേ, വേൾഡ്സ് ലോങ്ങസ്റ്റ് എക്സ്പ്രസ് വേ ടണൽ ഹാസ് ബീൻ ബിൽറ്റ് ബൈ ചൈന. ചൈനയാണ് ഇത് വേൾഡിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള എക്സ്പ്രസ് വേ ടണൽ ബിൽറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പേരാണിത് ടിയാൻഷാൻ ഷെങ്ലി ടണൽ. എന്താണ് ടിയാൻഷാൻ ഷെങ്ലി ടണൽ എന്നാണിത് ആ ടണലിൻ്റെ പേര്. അപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു. ഗ്രീൻ GDP ആയിട്ട് ബന്ധപ്പെട്ട് ആദ്യ സ്റ്റേറ്റ് ഏതാണ്? അത് ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ആണ്. അതുപോലെ ലോകത്ത് തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള എക്സ്പ്രസ് വേ ടണൽ ബിൽറ്റ് ചെയ്തിരിക്കുന്നത് ചൈനയാണ്. ടിയാൻഷാൻ ഷെങ്ലി ടണൽ എന്നാണിത് ആ ടണലിൻ്റെ പേരെന്ന് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് വീണ്ടും നമുക്ക് അർഷദീപ് സിംഗിലേക്ക് പോകാം. എന്താണ് അർഷദീപ് സിംഗ് ഹാസ് ബിക്കം ദ ഇന്ത്യസ് ലീഡിംഗ് വിക്കറ്റ് ടേക്കർ ഇൻ T20. ഓക്കെ, T20 എടുക്കുകയാണെങ്കിൽ ഇത്തവണത്തെ എന്താണ് ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് വിക്കറ്റ് ടേക്കർ ആയിട്ട് മാറിയതാണ് അർഷദീപ് സിംഗ് ആണ്. ഓക്കെ, 99 വിക്കറ്റ്സ് ആയിട്ട് അദ്ദേഹത്തിന്. ഓക്കെ, 99 വിക്കറ്റ്സ് ആണെന്ന് ഇതുവരെ അർഷദീപ് സിംഗിന് ലഭിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ എണ്ണം കൂടാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും നമ്മുടെ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ ആയിട്ട് അർഷദീപ് സിംഗ് മാറിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ ഓപ്പൺ റീസെൻ്റ് ആയിട്ട് ജനുവരിയിൽ നടന്നൊരു ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് ആണ് 2025 ഇന്ത്യൻ ഓപ്പൺ എന്ന് പറയുന്നത്. നമ്മുടെ ഡെൻമാർക്ക്, നമ്മുടെ വേൾഡ് അല്ലെങ്കിൽ ഒളിമ്പിക് ചാമ്പ്യനായ വിക്ടർ ആക്സൽസനാണിത് നമ്മുടെ ഇന്ത്യൻ ഓപ്പൺ. ഓക്കെ, ഡെൻമാർക്കിൻ്റെ വിക്ടർ ആക്സൽസനാണിത് നമ്മുടെ 2025 ഇന്ത്യൻ ഓപ്പൺ സ്വന്തമാക്കിയത്. അതുപോലെ ഇതിൻ്റെ വുമൺസ് ആരാണെന്ന് വെച്ചാൽ ആൻസിയങ് ആട്ടോ, ആൻസിയങ്. ഓക്കെ, വുമൺസ് ആൻസി യങ്. ഓക്കെ, സൗത്ത് കൊറിയയുടെ ആൻസി യങ് ആണിത് ഈ ഇന്ത്യൻ ഓപ്പണിൻ്റെ വിമൻസ്. ഓക്കെ, ഇന്ത്യൻ ഓപ്പണിൻ്റെ വിമൻസ് ടൈറ്റിൽ സ്വന്തമാക്കി. അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കാരണം ബാഡ്മിൻ്റൻ്റെ മെൻസും വുമൻസും ചോദിക്കാൻ ഇമ്പോർട്ടൻസ് ആണ്. അപ്പം ഇന്ത്യൻ ഓപ്പൺ 2025 കൊണ്ടുപോയത് വേൾഡ് ചാമ്പ്യൻ അല്ലെങ്കിൽ ഒളിമ്പിക് ചാമ്പ്യനായ വിക്ടർ ആക്സൽസനാണ്. അതിൻ്റെ സെയിം വുമൻസ് കൊണ്ടുപോയതാണ് ആൻസി യങ് ഓഫ് സൗത്ത് കൊറിയ ആണിത് കൊണ്ടുപോയത്. അതുപോലെ ഇതുവരെ ഇന്ത്യയിൽ എന്താ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ ആയിട്ട് അർഷദീപ് സിംഗ് മാറിയിട്ടുണ്ടെന്ന് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ആണ് പത്മ അവാർഡ്സ്. ഓക്കെ, വീണ്ടും വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഏത് കോമ്പറ്റീറ്റീവ് എക്സാം എടുത്താലും കറണ്ട് അഫയേഴ്സിന് ബന്ധപ്പെട്ടെന്നാണ് പത്മ അവാർഡ്സ് ചോദിച്ചിരിക്കും. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള അവാർഡാണ്. എല്ലാ വർഷവും ആദ്യം പ്രഖ്യാപിക്കുന്നതാണിത് ഈ പത്മ അവാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ പത്മ അവാർഡ്സ് 3 കാറ്റഗറിയിലുണ്ട്. ഏതൊക്കെയാണ്? പത്മവിഭൂഷൺ ഉണ്ട്, പത്മഭൂഷൺ ഉണ്ട്, അതുപോലെ പത്മശ്രീ ഉണ്ട്. ഓക്കെ, ആർക്കൊക്കെയാണ് ലഭിച്ചത്? പത്മഭൂഷൺ ലഭിച്ചത് 7 പേർക്കാണ്. ഈ എണ്ണം അടക്കം നിങ്ങൾ പഠിക്കും, കാരണം എണ്ണം എന്താണ് ചോദിക്കാറുണ്ട്. പത്മവിഭൂഷൺ ലഭിച്ചത് 7 പേർക്കാണ്. ഇനി പത്മഭൂഷൺ ലഭിച്ചത് 19 പേർക്കാണ്. പത്മശ്രീ ലഭിച്ചത് 113 പേർക്കാണ്. ടോട്ടൽ 139. ഓക്കെ, 139 പത്മ അവാർഡ്സ് ആണിത് ഈ വർഷം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് എല്ലാം പഠിക്കാം. ഈ 139 ആൾക്കാരുടെ പേരിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല.
പക്ഷേ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് നോക്കാം ആരൊക്കെയാണ്. ഫസ്റ്റ് നമുക്ക് പത്മവിഭൂഷണിലേക്ക് പോകും. പത്മവിഭൂഷൺ എല്ലാ ആൾക്കാരുടെ പേരുകൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഏറ്റവും ഇമ്പോർട്ടൻസ് കൂടി അതാണ്. അപ്പോൾ ഏതൊക്കെ ആൾക്കാരാണെന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കേണ്ടി വരും, വളരെ നിർബന്ധമാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം, നമുക്ക് റീസെൻ്റ് ആയിട്ട് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ MT വാസുദേവൻ നായറിന് പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ ജഗദീഷ് സിംഗ് ഖേക്കർ. ഓക്കെ, ജഗദീഷ് സിംഗ് ഖേക്കർ. ഓക്കെ, ജഗദീഷ് സിംഗ് ഖേക്കർ. നെക്സ്റ്റ് ആണ് കുമുദിനി ലഖ്യ. ഓക്കെ, കുമുദിനി ലഖ്യ കഥക് ഡാൻസർ ആട്ടോ. കുമുദിനി ലഖ്യ കഥക് ഡാൻസർ ആണ്. നോട്ട് ചെയ്യാം, ചിലപ്പോൾ ചോദിക്കാം കുമുദിനി ലഖ്യ ഏത് ഫീൽഡ് അല്ലെങ്കിൽ ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. കുമുദിനി ലഖ്യ കഥക് ഡാൻസർ ആണ്. എൽ സുബ്രഹ്മണ്യം. ഓക്കെ, എൽ സുബ്രഹ്മണ്യം ഒരു വയലിനിസ്റ്റ് ആട്ടോ, വയലിനിസ്റ്റ്. എൽ സുബ്രഹ്മണ്യം ഒരു വയലിനിസ്റ്റ് ആണ്. എൽ സുബ്രഹ്മണ്യം ഒരു വയലിനിസ്റ്റ് ആണ്. അതുപോലെ ഒസാമ സുസുക്കി, അതുപോലെ D നാഗേശ്വർ റെഡ്ഡി ആൻഡ് ശാരദാ സിൻഹ. ഓക്കെ, ശാരദാ സിൻഹ ഒരു ഫോക്ക് ആൻഡ് ക്ലാസിക്കൽ സിംഗർ ആണ്. ശാരദാ സിൻഹ ഫോക്ക് ഓർ ക്ലാസിക്കൽ സിംഗർ ആണ്. ഇവർക്കാണ് ഈ 7 പേർക്കാണ് ഇത്തവണത്തെ പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ശാരദാ സിംഗ് ബിലോങ്സ് ടു ബീഹാർ കേട്ടോ, ബീഹാർ ഫോക്ക് ആൻഡ് ക്ലാസിക്കൽ സിംഗർ ആട്ടോ, ഫോക്ക് ആൻഡ് ക്ലാസിക്കൽ. കാരണം ഇത്തവണ പത്മവിഭൂഷൺ ലഭിച്ചുകൊണ്ട് എന്താണ് ചോദിക്കാൻ സാധ്യതയുണ്ട്, സിംഗറാണ്, ഏത് സ്റ്റേറ്റ് ബിലോങ്സ് ചെയ്യുന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ബീഹാർ സ്റ്റേറ്റ് ബിലോങ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ് ഫോക്ക് ആൻഡ് ക്ലാസിക്കൽ സിംഗർ ആണെന്നും നോട്ട് ചെയ്ത് വെക്കട്ടെ. അപ്പം ഒന്നുകൂടെ പറയാം, MT വാസുദേവൻ നായർ നമ്മുടെ കഥാകൃത്താണ്, റൈറ്ററാണ്. ജഗദീഷ് സിംഗ് ഖേക്കർ, കുമുദിനി ലഖ്യ, എൽ സുബ്രഹ്മണ്യം, ഒസാമ സുസുക്കി, D നാഗേശ്വർ റെഡ്ഡി ആൻഡ് ശാരദാ സിംഗ്. ഇത്രയും പേർക്കാണ് പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. അടുത്ത നമുക്ക് പത്മഭൂഷൺ നോക്കാം. പത്മഭൂഷൺ എത്ര പേർക്കാണ്? 19 പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ എല്ലാവരും പേരുകൾ പഠിക്കാന്നുള്ളത് എന്താണ് അത്ര റിലവൻ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും നമ്മളല്ലോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം നമുക്ക് എപ്പോഴും നോക്കിയാൽ മതി. അപ്പം പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത് 19 പേർക്കാണ്. ആർക്കാണ് നോക്കാം. ഫസ്റ്റ് ബിബേക് ദബ്രോയ്. ഓക്കെ, ഫസ്റ്റ് ബിബേക് ദബ്രോയ്. നെക്സ്റ്റ് ജതിൻ ഗോസ്വാമി. ഓക്കെ, ശാസ്ത്രീയ ഡാൻസർ സാത്രിയ. ഓക്കെ, ജതിൻ ഗോസ്വാമി സാത്രിയ. ഓക്കെ, ജതിൻ ഗോസ്വാമി ശാസ്ത്രീയ ഡാൻസ്. അടുത്ത് കൈലാസ് നാഥ് ദീക്ഷിത്. ഓക്കെ, നല്ലി കുപ്പസ്വാമി ചെത്തി. PR ശ്രീജേഷ് നമുക്കറിയാലോ, നമ്മുടെ മലയാളിയായ PR ശ്രീജേഷിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വേൾഡ് ഹോക്കി ഫെഡറേഷൻ്റെ ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡൊക്കെ ഇത്തവണ ലഭിച്ചത് PR ശ്രീജേഷിനാണ്. ശോഭന ചന്ദ്രകുമാർ. ഓക്കെ, ഭരതനാട്യം ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ പങ്കജ് ഉദ്ദാസ്, നമ്മുടെ ശോഭന ആക്ട്രസ് ആണ് ശോഭന ചന്ദ്രകുമാർ. അതുപോലെ പങ്കജ് ഉദ്ദാസ്. ഇത്രയും പേർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പത്മഭൂഷൺ ലഭിച്ചിരുന്ന പേരുകൾ എന്താണ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഈ 19 പേർക്കുണ്ട്, പക്ഷേ അതിനകത്ത് നിന്ന് സോർട്ട് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ മാത്രം നമ്മളൊന്ന് മാറ്റിയെടുത്തതാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേരുകൾ എന്താണ്, ഈ ഒരു 6 പേരുകൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. ബാക്കി നമുക്ക് ഇനി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എലിമിനേഷൻ ഒക്കെ നമുക്ക് അത് എന്താണ് നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷേ എന്താണ് നമുക്കൊരു മിനിമലായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ പത്മഭൂഷൺ ലഭിച്ച ആൾക്കാരുടെ പേരാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് ആണ് പത്മശ്രീ. ഓക്കെ, 113 പേരുണ്ട്. ഇത്തവണ പത്മശ്രീ ലഭിച്ച 113 പേരുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൾക്കാരുടെ പേര് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹർവീന്ദർ സിംഗ്. ഓക്കെ, ഹർവീന്ദർ സിംഗ്. നെക്സ്റ്റ് IM വിജയൻ. ഓക്കെ, ഐ മണി വിജയൻ നമ്മുടെ നമ്മുടെ കേരള മലയാളിയായ IM വിജയൻ ലഭിച്ചിട്ടുണ്ട്. R അശ്വിൻ. ഓക്കെ, റീസെൻ്റ്ലി അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നൊക്കെ വിരമിച്ചു എന്നുള്ള ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്ററായ R അശ്വിൻ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ സത്യപാൽ സിംഗ്, ആർജിത് സിംഗ്, അരുന്ധതി ഭട്ടാചാര്യ. ഓക്കെ, അതുപോലെ നിർമ്മല ദേവി. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ചും കൂടെ പഠിക്കാം, പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ട് എന്താണ് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ കാണുന്ന ആൾക്കാർ. പത്മശ്രീ ഇത്രയും പേർക്ക് എന്താണ് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എന്താണ് ബാക്കിയുള്ള കുറച്ച് ആൾക്കാരുടെ പത്മശ്രീ ലഭിച്ച ആൾക്കാരുടെ പേരുകളും അതുപോലെ ഏത് ഫീൽഡാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അടുത്ത വേൾഡ് എക്കണോമിക് ഫോറം. ഓക്കെ, ദ 55th വേൾഡ് എക്കണോമിക് ഫോറം ആനുവൽ മീറ്റിംഗ് വാസ് ഹെൽഡ് അറ്റ് ദാവോസ്, സ്വിറ്റ്സർലൻഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇതുപോലുള്ള മീറ്റിംഗ്സ് കോൺഫറൻസുകളൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ 55ാമത്തെ വേൾഡ് എക്കണോമിക് ഫോറം ആനുവൽ മീറ്റിംഗ് എവിടെയാണെന്ന് സ്വിറ്റ്സർലൻഡിലെ ഡാവോസിലാണെന്ന് ഇത് കണ്ടക്ട് ചെയ്ത്. അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഹെഡ് ആരാന്ന് ചോദിക്കാറുണ്ട്. ക്ലൗസ് സ്വാബ് ആണ് ഇതിൻ്റെ ഹെഡ് കേട്ടോ. ഹെഡ് ഇതിൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ CEO എന്നൊക്കെ പറയുന്നത് CEO ക്ലൗസ് സ്വാബാണിത് ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ CEO എന്നൊക്കെ പറയുന്നത്. അടുത്ത് തേജസ്വിനി ഈസ് നെയ്മഡ് ആസ് ദ ഒഫീഷ്യൽ ടോർച്ച് ഓഫ് 38th നാഷണൽ ഗെയിംസ്. ഓക്കെ, ഇത്തവണത്തെ 38th നാഷണൽ ഗെയിംസ് നടക്കുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് ഇത്തവണത്തെ ഒഫീഷ്യൽ ആയിട്ടുള്ള 38th നാഷണൽ ഗെയിംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ ടോർച്ച് ആയിട്ട് തേജസ്വിനി. ഓക്കെ, തേജസ്വിനിയാണ് ഇത് നെയിം ചെയ്തിരിക്കുന്നത്. തേജസ്വിനി ഈസ് നെയ്മഡ് ആസ് ദ ഒഫീഷ്യൽ ടോർച്ച് ഓഫ് 38th നാഷണൽ ഗെയിംസ്. 37th നാഷണൽ ഗെയിംസ് ആണ് എവിടെയാണ്? അത്
ഗോവയിലാണ് 37th നാഷണൽ ഗെയിംസ് കണ്ടക്ട് ചെയ്തത്. അപ്പം 38 നടക്കാൻ പോകുന്ന ഉത്തരാഖണ്ഡിലാണെന്നും നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ആനുവൽ മീറ്റിംഗ് നടക്കുന്നത് സ്വിറ്റ്സർലാൻഡിലെ ഡാവോസിലാണെന്നും നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് അമിത്ഷാ ഹാസ് ലോഞ്ച്ഡ് ഭാർതൽ പോർട്ടൽ. ഓക്കെ, എന്താണ് ഈ ഭാർതൽ പോർട്ടൽ? അതായത് ഇന്റർപോൾ. ഓക്കെ, ഇന്റർപോളിനൊക്കെ എന്താണ് ക്രിമിനൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി അമിത്ഷാ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഭാരത് പോൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, റിലേറ്റഡ് ടു ഇന്റർപോൾ. ഓക്കെ, ഇന്റർപോളിൻ്റെ സൈറ്റിലേക്കൊക്കെ എന്താണ് നമ്മുടെ ഇന്ത്യൻ ക്രിമിനൽസിൻ്റെ ക്രിമിനൽ ലിസ്റ്റുകളൊക്കെ എന്താണ് ക്രിമിനൽ ലിസ്റ്റുകളൊക്കെ മെർജ് ചെയ്യാൻ വേണ്ടി എന്താണ് കൊണ്ടുവന്നാണ് ഈ ഭാരത് പോർട്ടൽ എന്ന് പറയുന്നത് കേട്ടോ, ഭാരത് പോർട്ടൽ. അതുപോലെ നെക്സ്റ്റ് ആണ് രാജഗോപാല ചിദംബരം ന്യൂക്ലിയർ ഫിസിസ്റ്റ് ഹാസ് ബീൻ പാസ്ഡ് അവേ. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഫിസിസ്റ്റ് ആണ്. റീസെൻ്റ്ലി എന്താണ് അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കാം രാജഗോപാല ചിദംബരം ഏത് ഫീൽഡുമായിട്ട് റിലേറ്റ് നിൽക്കുന്നു വെച്ചാൽ അത് ന്യൂക്ലിയർ ഫിസിക്സ് ആണ്. ന്യൂക്ലിയർ അദ്ദേഹത്തിന് പത്മശ്രീയൊക്കെ 1975 കിട്ടിയിട്ടുണ്ട്. 1975 പത്മശ്രീയൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്താണ് IIT Madras has collaborated with the Ministry of Agriculture to launch the project വിസ്താർ. ഓക്കെ, വിസ്താർ എന്ന പ്രൊജക്ട് ആരാണ് ലോഞ്ച് ചെയ്തത്? IIT മദ്രാസ് ആണ് വിസ്താർ എന്ന് പറയുന്ന പ്രൊജക്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, എന്താണ് വിസ്താർ? വിഷ്വലി ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ടു ആക്സസ് അഗ്രികൾച്ചർ റിസോഴ്സ് ആണ് വിസ്താർ എന്ന് പറയുന്നത് കേട്ടോ. വിർച്വലി integrated system to access agriculture resources. ഇതിനാണെന്ത് നമ്മൾ വിസ്താർ എന്ന് പറയുന്നത്. അതായത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ അഗ്രികൾച്ചർ റിസോഴ്സ് എവിടെയൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒരു എന്താണ് വിർച്വലി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ആര് ഡെവലപ്പ് ചെയ്തു? IIT മദ്രാസ് എന്താണ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണെന്ത് ഈ 3 കാര്യങ്ങൾ നോട്ട് ചെയ്യാം. ഫസ്റ്റ് അമിത്ഷാ, ഞാൻ പറഞ്ഞു ഭാരത് പോൾ പോർട്ടൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടു? ഇന്റർപോളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭാരത് പോർട്ടൽ ഇരിക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ക്രിമിനൽ ലിസ്റ്റുകളൊക്കെ എന്താണ് ഇന്റർപോളുമായിട്ട് ലിങ്ക് ചെയ്ത് ഒരു പുതിയ പോർട്ടൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ രാജഗോപാൽ ചന്ദ്രൻ ഒരു ന്യൂക്ലിയർ ഫിസിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് 1975 പത്മശ്രീ പത്മവിഭൂഷണൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ IIT മദ്രാസ് ലോഞ്ച് ചെയ്ത പുതിയൊരു പ്രൊജക്റ്റിൻ്റെ പേരാണെന്ത്? പ്രൊജക്റ്റ് വിസ്താർ എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങളും നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, എലോൺ മസ്ക് ഹാസ് ടോപ്പ് ദ ഫോബ്സ് ബില്യണേഴ്സ് ലിസ്റ്റ് 2025. ഓക്കെ, അതായത് നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും ബില്യണേഴ്സിലെ ഏറ്റവും എന്താണ് സമ്പത്ത് ഉള്ളവരുടെ പട്ടികയിൽ ഒന്നാമതായി മാറിയിരിക്കുകയാണത് എലോൺ മസ്ക് കേട്ടോ. എലോൺ മസ്ക് ഓക്കെ, നമ്മുടെ സ്പേസ് എക്സ് അതുപോലെ എന്താണ് ടെസ്ലയൊക്കെ ഓൺ ചെയ്യുന്ന എലോൺ മസ്ക്, ട്വിറ്ററൊക്കെ ഓൺ ചെയ്യുന്ന എലോൺ മസ്ക് ആണത് 2025 ഫോബ്സ് ബില്യണേഴ്സ് പട്ടികയിൽ 1ാം സ്ഥാനം ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ എനിക്ക് തോന്നുന്നു രണ്ടാമത് നിൽക്കുന്നത് ജെഫ് ബെസോസ് ഒക്കെയാണ്. ആമസോണിൻ്റെ CEO ജെഫ് ബെസോസ് ഒക്കെയാണ് 2ാം സ്ഥാനമൊക്കെ കരസ്ഥമാക്കി നിൽക്കുന്നത്. ഓക്കെ, അടുത്ത് ദ വേൾഡ് ആഫ്റ്റർ ഗസ ഹിസ്റ്ററി. ഓക്കെ, ആരാണ് ഇത്? പങ്കജ് മിശ്ര എഴുതിയ ബുക്കാണ്. ഒരു റീസെൻ്റ് ആയിട്ട് നാഷണൽ എന്താണ് ഒരു ഇമ്പോർട്ടൻസ് ന്യൂസ് ഒക്കെ ആ ഒരു ബുക്കാണ് ദ വേൾഡ് ആഫ്റ്റർ ഗസ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓദർ ആരാണെന്ന് വെച്ചാൽ പങ്കജ് മിശ്രയാണ് ഇതിൻ്റെ ഓദർ കേട്ടോ, പങ്കജ് മിശ്ര. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു. എന്താണ് ഫോബ്സിൻ്റെ പട്ടികയിൽ എലോൺ മസ്ക് ടോപ്പായി. അതുപോലെ വേൾഡ് ആഫ്റ്റർ ഗസ ഹിസ്റ്ററിയാണ് പങ്കജ് മിശ്രയാണ് ഓദറായിട്ട് നോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്ത് ഫ്രാൻസ് വിൽ ഹോസ്റ്റ് ദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ സമ്മിറ്റ് 2025. ഞാൻ പറഞ്ഞു കോൺഫറൻസുകൾ സബ്മിറ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് ആരാണ്? ഫ്രാൻസ് ആണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഫ്രാൻസ് വിൽ ഹോസ്റ്റ് ദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ സമ്മിറ്റ് 2025. അടുത്ത് ലയണൽ മെസ്സി. ഓക്കെ, ലയണൽ മെസ്സി ബിക്കം ദ ഫസ്റ്റ് ടു വിൻ ദ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം, ദ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഓഫ് USA. ഓക്കെ, അതായത് അമേരിക്കയിലെ ദ ഹയസ്റ്റ് സിവിലിയൻ ഓണർ അവാർഡാണിത് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം. അത് ഇത്തവണ കിട്ടിയത് ആർക്കാണ്? ലയണൽ മെസ്സി. ലയണൽ മെസ്സി ദ ഫസ്റ്റ് ടു വിൻ ദ ആദ്യത്തെ വിൻ ദ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം അവാർഡ്. ഓക്കെ, അത് USA ഒരു അവാർഡാണ്. അത് ആർക്കാണ് കിട്ടിയത്? അത് നമ്മുടെ ലയണൽ മെസ്സിക്കാണത് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 2 കാലം പഠിച്ചു. ഫ്രാൻസ് ഹോസ്റ്റ് ചെയ്യുന്നത് ഇന്റലിജൻസ് ആക്ഷൻ സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യും. അതുപോലെ എന്താണ് ഈ അവാർഡ് ലഭിച്ചത് ലയണൽ മെസ്സിക്കാണെന്നും നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ കാമ്യ കാർത്തികേയൻ. ഓക്കെ, കാമ്യ കാർത്തികേയൻ എന്താണ് റീസെൻ്റ് ആയിട്ട് ന്യൂസിലൊക്കെ കണ്ടാണ്. ജി ബിക്കം ദ യങ്ങസ്റ്റ് ഫീമെയിൽ. ആരാണ്? ദ യങ്ങസ്റ്റ് ഫീമെയിൽ ടു കോൺകർ ദ ഹയസ്റ്റ് പീക്ക് ഓൺ 7 കോണ്ടിനെൻറ്റ്സ്. ഓക്കെ, അതായത് നമ്മുടെ ഏഷ്യ ഓരോ ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും ടോപ്പിൽ ഏറ്റവും എന്താണ് ഹയസ്റ്റ് പീക്കുകൾ എല്ലാം എന്താണ് കീഴടക്കിയ യങ്ങസ്റ്റ് ഫീമെയിൽ ആണ്. ദ യങ്ങസ്റ്റ് ഫീമെയിൽ ടു കോൺകർ ദ ഹയസ്റ്റ് പീക്ക് ഓൺ 7 കോണ്ടിനെൻറ്റ്സ്. പീക്ക് ഏതൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഏഷ്യ, നമുക്കറിയാം മൗണ്ട് എവറസ്റ്റ്
2848 മീറ്റർ വരുമ്പോൾ മൗണ്ട് എവറസ്റ്റ്, അതുപോലെ ആഫ്രിക്ക മൗണ്ട് കിളിമഞ്ചാരോ, അതുപോലെ ഓസ്ട്രേലിയയിലെ ഹയസ്റ്റ് പീക്കാണ് മൗണ്ട് ഗോസിസ്കോ, അതുപോലെ സൗത്ത് അമേരിക്കയിലെ എന്താണ് മൗണ്ട് അക്കോൺകാവ, അതുപോലെ നോർത്ത് അമേരിക്കയിലെ മൗണ്ട് ഡെനാലി, അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ, അതുപോലെ യൂറോപ്പിലെ മൗണ്ട് എൽബ്രസ്. ഈ 7 ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കായ ഈ 7 പീക്കുകളുമായാണ് അത് കാമ്യ കാർത്തികേയൻ കീഴടക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയാണ് യങ്ങസ്റ്റ് ഫീമെയിൽ ടു കോൺകർ ദ ഹയസ്റ്റ് പീക്സ്. അത് മാത്രമല്ല എൻ്റെ കൂടെ നിങ്ങൾക്ക് ഓരോ ഭൂഖണ്ഡത്തിലെയും ഏറ്റവും എന്താണ് വലിയ മൗണ്ടെയിൻസ് അല്ലെങ്കിൽ പീക്ക് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കാണെങ്കിൽ അതും എന്താണ് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം കേട്ടോ അതിൻ്റെ കൂടെ. ഓക്കെ, നെക്സ്റ്റ് ആണ് ശൂന്യ, ഇന്ത്യസ് ഫസ്റ്റ് ഇലക്ട്രിക് എയർ ടാക്സി. ഓക്കെ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രിക് എയർ ടാക്സിയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണെന്ത് ശൂന്യ എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യസ് ഫസ്റ്റ് ഇലക്ട്രിക് എയർ ടാക്സി. അടുത്ത് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ലോഞ്ച് ദീൻ ദയാൽ ഉപാധ്യായ് ഭൂമിഹൻ കൃഷി മൈസൂർ കല്യാണ യോജന. ഓക്കെ, എന്താണ് ദീൻ ദയാൽ ഉപാധ്യായ് ഭൂമിഹൻ കൃഷി മൈസൂർ കല്യാൺ യോജന? എന്താണ് ഈ യോജന എന്ന് പറയുന്നത്? അതായത് ഈ അഗ്രികൾച്ചർ ലാൻഡ് ഇല്ലാത്തവർക്ക്, ഓക്കെ, ലാൻഡ് ഇല്ലാത്തവർക്ക് അഗ്രികൾച്ചർ ലേബറിലേക്ക്, ഒക്കെ ലേബറിൽ എന്താണ് അവർക്ക് ജോലിയാണത് സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്ന ടൈപ്പ് ഓഫ് സ്കീം അല്ലെങ്കിൽ യോജനയാണിത് ഈ ദീൻ ദയാൽ ഉപാധ്യായ് ഭൂമിഹൻ കൃഷി മൈസൂർ യോജന എന്ന് പറയുന്നത്. ഇത് ഏത് ഗവൺമെന്റ് ആണ് ലോഞ്ച് ചെയ്തെന്ന് വെച്ചാൽ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്ത യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹാസ് റീസെൻ്റ്ലി വിത്ഡ്രോ ഫ്രം ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ വേൾഡ് WHO എന്താണ് മെമ്പർഷിപ്പിൽ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഓക്കെ, USA, അമേരിക്ക എന്താണ് അമേരിക്ക വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് അവർ അവിടെ നിന്നും വിഡ്രോവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോദിക്കാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിലവിൽ മെമ്പർ അല്ലാത്ത ഏതൊക്കെ രാജ്യങ്ങളാണ് അല്ലെങ്കിൽ റീസെൻ്റ്ലി എന്താണ് വിഡ്രോ ചെയ്ത രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് USA ആണ് കേട്ടോ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് വിഡ്രോ ചെയ്തത്. 3 പഠിച്ചു. ശൂന്യ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രിക് എയർ ടാക്സിയുടെ പേരാണെന്ന് ശൂന്യ. അതുപോലെ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തത് ഏത് യോജനയാണ്? അതാണ് ഭൂമിഹൻ കൃഷി മൈസൂർ കല്യാൺ യോജന എന്നറിയപ്പെടുന്നത്. അതുപോലെ WHO നിന്ന് റീസെൻ്റ് ആയിട്ട് വിഡ്രോ ചെയ്തത് ഏത് ഇതാണെന്ന് വെച്ചാൽ കൺട്രി എന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണെന്നും നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ഇൻകോയ്സ്. ഓക്കെ, ഇൻകോയ്സ് വാസ് ഹോണർഡ് വിത്ത് സുഭാഷ് ചന്ദ്രബോസ് പ്രബന്ധൻ പുരസ്കാർ 2025. അതായത് ഓർഗനൈസേഷൻസ് കിട്ടുന്ന അവാർഡ് ആട്ടോ. ഓക്കെ, ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസും കിട്ടാറുണ്ട്. പക്ഷേ ഇത്തവണ എന്താണ് ഈ സുഭാഷ് ചന്ദ്രബോസ് ആത്മപ്രബന്ധൻ പുരസ്കാർ ലഭിച്ചത് ഇൻകോയ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ്. അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കീഴിൽ വരുന്ന കേട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് കേട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കുന്ന അവാർഡാണിത് ഈ സുഭാഷ് ചന്ദ്രബോസ് ആത്മപ്രബന്ധൻ അവാർഡ് എന്ന് പറയുന്നത്. അത് ഇൻകോയ്സിനാണിത്, ഇൻകോയ്സ് ഓർഗനൈസേഷൻ ആണിത് ഇത് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ്, ഫൈഡ് വേൾഡ് കപ്പ് 2025. ഓക്കെ, ഇന്ത്യ വിൽ ലോഞ്ച് അല്ലെങ്കിൽ ഹോസ്റ്റ് ദ ഫൈഡ് വേൾഡ് കപ്പ് 2025. 2025 ഫൈഡ് വേൾഡ് കപ്പ് ലോഞ്ച് ചെയ്യുന്നവരാണ്. അത് ഇന്ത്യയാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇനി എവിടെയാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്? മീൻസ് ചെസ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ലുസൈൻ, സ്വിറ്റ്സർലാൻഡിലെ ലുസൈനിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഫൈഡ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് ഇന്ത്യ നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ കൂടെ ഞാൻ സ്റ്റാറ്റിക് ആയിട്ട് ഇതിൻ്റെ ക്യാപിറ്റൽ എവിടെയെന്ന് വെച്ചാൽ ലുസൈൻ, സ്വിറ്റ്സർലാൻഡിലെ ലുസൈനിലാണ് ഇതിൻ്റെ ക്യാപിറ്റൽ വരുന്നതെന്നും നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് മോസ്റ്റ് വാല്യുബിൾ, ഓക്കെ, വേൾഡ്സ് മോസ്റ്റ് വാല്യുബിൾ ബ്രാൻഡ്. ഓക്കെ, നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ആപ്പിൾ. ഓക്കെ, ആപ്പിൾ ഹാസ് ബിക്കം ദ വേൾഡ്സ് മോസ്റ്റ് വാല്യുബിൾ ബ്രാൻഡ്. ഓക്കെ, അത് ലോകത്ത് തന്നെ ഏറ്റവും മൂല്യമുള്ള കമ്പനി എന്ന് വെച്ചാൽ അത് ആപ്പിൾ ആണ്. അത് സെക്കൻഡ് ആരാണ്? സെക്കൻഡ് മൈക്രോസോഫ്റ്റ് ആണ്. പക്ഷേ ചോദിക്കുന്ന പോയിന്റിൽ മേ ബി എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ബ്രാൻഡ് ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ടാറ്റ ഗ്രൂപ്പാണിത് ഇന്ത്യയിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ബ്രാൻഡ് എന്ന് പറയപ്പെടുന്നത്. ഗ്ലോബൽ റാങ്കിൽ 60 ആണിത് ടാറ്റയുടെ പൊസിഷൻ. അതുപോലെ ടോട്ടൽ എന്താണ് 31.6 ബില്യൺ. എത്രയാണ്? 31.6 ബില്യൺ ആണിത് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു വരുമാനം, വാല്യൂ എന്നൊക്കെ പറയുന്നത്. അതുപോലെ സെക്കൻഡ്, ഇന്ത്യ തന്നെ സെക്കൻഡ് വരുന്നത് ഇൻഫോസിസ് ആണ്. ഓക്കെ, IT കമ്പനിയായ ഇൻഫോസിസ് ആണ് ഇന്ത്യ തന്നെ സെക്കൻഡ് വരുന്നത്. അപ്പോൾ നോട്ട് ചെയ്യാം, ആപ്പിൾ ഫസ്റ്റ് വന്നു, സെക്കൻഡ് മൈക്രോസോഫ്റ്റ് ആണ്. ഗ്ലോബലി ഇന്ത്യയിൽ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് നിൽക്കുന്നത് ടാറ്റ ഗ്രൂപ്പാണ്. ഗ്ലോബൽ നോക്കുകയാണെങ്കിൽ ടാറ്റ ഗ്രൂപ്പിന് 60 റാങ്ക് ഉണ്ട്. ഇന്ത്യ തന്നെ സെക്കൻഡ് വരുന്നത് ഇൻഫോസിസ് ഗ്രൂപ്പാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ജമ്മു ബിക്കം ദ ഇന്ത്യൻ റെയിൽവേസ് 69th ഡിവിഷൻസ്. ഓക്കെ, ഇന്ത്യൻ റെയിൽവേക്ക് ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. അതിനകത്ത് 69ാമത്തെ ഡിവിഷനായിട്ട് ഏതാണ്? ജമ്മു ആയി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കാം പുതുതായിട്ട് എന്താണ് ഇന്ത്യൻ റെയിൽവേ ആഡ് ചെയ്തൊരു ഡിവിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് അത് ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ജമ്മു ബിക്കം ദ 69th 69ാമത്തെ ഡിവിഷനായിട്ട് ജമ്മു മാറിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ദേവജിത്ത് സൈക്യ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ സെക്രട്ടറി ഓഫ് ദ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, BCCIയുടെ പുതിയ സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്താണ്. വെരി ഇമ്പോർട്ടൻറ്റ്, ദേവജിത്ത് സൈക്യ ആണ്. ദേവജിത്ത് സൈക്യ ICCയുടെ പുതിയ പ്രസിഡന്റ് ആണ്. ICCയുടെ പുതിയ
പ്രസിഡന്റായിട്ട് ജയ്ഷാൻ അപ്പോയിന്റ് നമ്മൾ പഠിച്ചായിരുന്നല്ലേ, ജയ്ഷാ. അതുപോലെ എന്താണ് ACCയുടെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റായിട്ട് ഷമ്മി സിവേനൊക്കെ അപ്പോയിന്റ് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, ACCയുടെ ഷമ്മി സിൽവ, ACC ഷമ്മി ഷിൽവ. ഓക്കെ, BCCയുടെ പ്രസിഡന്റ് ആണ് BCCയുടെ ദേവജിത്ത് സൈക്കിയ. ഇമ്പോർട്ടൻ്റ് ആണ്, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുപോലെ ഫൈസ് അഹമ്മദ് കിത്വായ് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഓക്കെ, സിവിൽ ഏവിയേഷന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത ആരാണ്? അത് ഫൈസ് അഹമ്മദ് കിദ്വായ് ആട്ടോ. നോട്ട് ചെയ്ത് വെക്കുക, സിവിൽ രണ്ടും അപ്പോയിന്റ്മെന്റ്സ് ആണ്. അപ്പോയിന്റ്മെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സിവിൽ ഏവിയേഷന്റെ ഫൈസ് അഹമ്മദ് കിദ്വായ്, അതുപോലെ BCCയുടെ ആരാന്ന് വെച്ചാൽ അത് ദേവജിത്ത് സൈക്കിയ ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ്, സായ് പരംശേ ഈസ് അവാർഡ് ആസ് ദ പത്മാപനി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. ഓക്കെ, ഒരു ഡയറക്ടർ ഒക്കെയാണ്, ഡയറക്ടർ അതുപോലെ എന്താണ് റൈറ്റർ ഒക്കെയാണ് സായ് പരംശേ. അതുപോലെ ഹീസ് അവാർഡ് ആസ് ദ പത്മാപനി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. അവാർഡ്സ് ആൻഡ് ഹോണേഴ്സിൽ പെടുന്നതാണ്. ആർക്കാണ് ലഭിച്ചത്? സായി പരംശേക്കാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ നെക്സ്റ്റ് വൺ ആണ് ഭുവനേഷ് കുമാർ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് എന്താണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഉഡായ്. ഓക്കെ, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, 2016. ഓക്കെ, 2016 ലോഞ്ച് ചെയ്യാം കേട്ടോ. 2016 ലോഞ്ച് ചെയ്യാണ്. ഭുവനേശ്വർ കുമാർ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ഉഡായ്. വീണ്ടും അപ്പോയിന്റ്മെന്റ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണത് ഉഡായ് എന്ന് അറിയപ്പെടുന്നത്. 2016 ഇത് ഫോം ചെയ്തെന്ന് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ്, ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് CRPF. ഓക്കെ, CRPFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് ആരാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്? ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദിക്കാറുണ്ട്, സാധാരണ ചോദിക്കുന്നതാണ്, CISFന്റെ ആരാണ് ചോദിക്കാറുണ്ട്? അത് രാജേന്ദ്ര സിംഗ് ഭാട്ടിയാണ്. രാജേന്ദ്ര സിംഗ് ഭാട്ടി. ഓക്കെ, CISF രാജേന്ദ്ര സിംഗ് ഭാട്ടി. ഓക്കെ, രാജേന്ദ്ര സിംഗ് ഭാട്ടി. ഓക്കെ, അപ്പോൾ ജ്ഞാനേന്ദ്ര പ്രതാപ് CRPFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആണ്. അപ്പോൾ CSFന്റെ ആണ്, അത് രാജേന്ദ്ര സിംഗ് ഭാട്ടിയാണ്. അടുത്ത S ജയശങ്കർ, നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ മിനിസ്റ്ററായ S ജയശങ്കർ റിസീവ്ഡ് ദ ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി അവാർഡ്. ഓക്കെ, ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി അവാർഡ് ലഭിച്ചതാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആയ S ജയശങ്കറിനാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്തു, ഒരു അപ്പോയിന്റ്മെന്റ്, ഒരു അവാർഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക, പഠിക്കുക. അടുത്ത്, ഇന്ത്യസ് ഫസ്റ്റ് ഓർഗാനിക് ഫിഷറീസ് ക്ലസ്റ്റർ ലൊക്കേറ്റഡ് ഇൻ സിക്കിം. ഓക്കെ, എന്താണ് ഈ ഓർഗാനിക് ക്ലസ്റ്റർ? അതായത് ഈ ഫിഷ്. ഓക്കെ, ഫിഷിൻ്റെ എന്താണ് അഗ്രികൾച്ചർ ഒരു കെമിക്കൽ മെത്തേഡിലാണ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡിൽ എന്താണ് ചെയ്യുകയാണെന്ന് ഈ ഓർഗാനിക് ഇന്ത്യസ് ഫസ്റ്റ് ഓർഗാനിക് ഫിഷറീസ് ക്ലസ്റ്റർ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓർഗാനിക് ഫിഷ്, അതായത് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യാണ്ട് ഒരു ഓർഗാനിക് പരമായിട്ട് ഫിഷിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു ടൈംസായിട്ട് ലോഞ്ച് ചെയ്താണ് ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ ഓർഗാനിക് ഫിഷറീസ്. അത് ക്ലസ്റ്റർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ആദ്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് സിക്കിമിലാണ്. സിക്കിം നമ്മുടെ ഫസ്റ്റ്, ലാർജസ്റ്റ്, ബിഗ്ഗസ്റ്റ് ഒക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നോട്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ഹാസ് ലോഞ്ച്ഡ് പഞ്ചായത്ത് ജെ പാർലമെന്റ് 2.0 ഇനിഷ്യേറ്റീവ്. എന്താണ് ഈ പഞ്ചായത്ത് പാർലമെന്റ് 2.0 ഇനിഷ്യേറ്റീവ്? ഓക്കെ, അത് എംപവർ വുമൺ റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം എംപവർ വുമൺ റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ഷെഡ്യൂൾ ട്രൈബ്. ഓക്കെ, ഷെഡ്യൂൾ ട്രൈബിൽ നിന്നാണ് വുമൺ റെപ്രസെൻറ്റേറ്റീവ്സിനെ എന്താണ് എംപവർ ചെയ്ത് എടുക്കാനുള്ള സ്കീമാണിത് പഞ്ചായത്ത് ജെ പാർലമെന്റ് 2.0 ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അടുത്ത്, റിലയൻസ് ഇൻഡസ്ട്രീസ് ബിൽഡ് ദ വേൾഡ് ലാർജസ്റ്റ് ഡേറ്റാ സെന്റർ അറ്റ് ജംനാനഗർ, ഗുജറാത്ത്. ഓക്കെ, റിലയൻസ് ഇൻഡസ്ട്രീസ് വേൾഡിലെ തന്നെ നമ്മുടെ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഡേറ്റാ സെന്റർ എവിടെ സ്ഥിതി ചെയ്യുന്നു വെച്ചാൽ ഗുജറാത്തിലെ ജംനാനഗറിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത്, ഇസഡ് നോർത്ത് ടണൽ ഈസ് ലൊക്കേറ്റഡ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ കണക്ടിങ് ഗഗാംഗീർ ആൻഡ് സോനാമർഗ്. പുതിയൊരു ടണലാണ്, അതിന്റെ പേരാണ് ഇസഡ് നോർത്ത് ടണൽ. അപ്പോൾ രണ്ട് തരത്തിൽ ചോദിക്കാം. ഇസഡ് നോർത്ത് ടണൽ എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു? ഓക്കെ, ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അത് ഏതൊക്കെ സ്ഥലങ്ങൾ കണക്ട് ചെയ്യുന്നു വെച്ചാൽ കണക്ടിങ്
ഗാംഗീർ ആൻഡ് സോനാമാർഗ്. ഓക്കെ, സോനാമാർഗും ഗാംഗീറും കണക്ട് ചെയ്യുന്നതാണ് ഈ ഇസഡ് നോർത്ത് ടണൽ എന്ന് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് ഫസ്റ്റ് എന്താണ് ഒരു പാർലമെന്റ് ഇനിഷ്യേറ്റീവ് ആണ്. എന്താണ് അത് ST എന്താണ് വുമൻസിന്റെ റെപ്രസെന്റേഷന്റെ എംപവർ ചെയ്യാൻ വേണ്ടിയുള്ള സ്കീമാണ് അല്ലെങ്കിൽ എന്താണ് ഇനിഷ്യേറ്റീവ് ആണ്. അടുത്തത് റിലയൻസ് ഇൻഡസ്ട്രീസ് വേൾഡിൽ തന്നെ വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ഡേറ്റാ സെന്റർ എവിടെ ബിൽഡ് ചെയ്തു? ഗുജറാത്തിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഇസഡ് നോർത്ത് ടണൽ സിറ്റുവേറ്റ് ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണെന്നും നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ആൻഡ് തീംസ് ആണ്. ഡേയ്സ് ആൻഡ് തീംസ് ഫസ്റ്റ് നോക്കാം. January 4 എന്താണ്? വേൾഡ് ബ്രെയിലി ഡേ എന്നറിയപ്പെടും. January 4 ആണ് വേൾഡ് ബ്രെയിലി ഡേ. അടുത്ത January 5 നാഷണൽ ബേർഡ് ഡേ. ഓക്കെ, ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ തീംസ് ചോദിക്കുക. അപ്പോൾ നാഷണൽ ബേർഡ് ഡേ January 5 ആണ്. അടുത്ത പ്രവാസി ഭാരതീയ ദിവസ്. ഓക്കെ, നമ്മുടെ മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് റിട്ടേൺ ചെയ്ത് വന്ന ദിവസമൊക്കെ ആയിട്ട് നമ്മൾ പറയുന്നതാണ് പ്രവാസി ഭാരതീയ ദിവസ്. ഇതിൻ്റെ തീം നമുക്ക് നോക്കാം. ഓക്കെ, ഡയസ്പോറാസ് കോൺട്രിബ്യൂഷൻ ടു വികസിത് ഭാരത് ആണത് നമ്മുടെ 2025 പ്രവാസി ഭാരത് ദിവസിൻ്റെ സ്കീം. അടുത്ത് January 10 വേൾഡ് ഹിന്ദി ഡേ ആണ്. അതിൻ്റെ തീം നോക്കാം. എ ഗ്ലോബൽ വോയിസ് ഓഫ് യൂണിറ്റി ആൻഡ് കൾച്ചർ പ്രൈഡ് ആണത് 2025 വേൾഡ് ഹിന്ദി ഡേയുടെ തീം എന്ന് പറയുന്നത്. അടുത്ത് January 11 നാഷണൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അവയർനെസ് ഡേ ആണത് January 11 നമ്മൾ ആചരിക്കുന്നത്. അടുത്താണ് January 12 എന്താണ്? നാഷണൽ യൂത്ത്, നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ ബർത്ത്ഡേ ആയിട്ട് ആഘോഷിക്കുന്നതാണ് നാഷണൽ യൂത്ത് ഡേ. യൂത്ത് എംപവർമെൻറ്റ് ഫോർ നേഷൻ ബിൽഡിംഗ് ആണിത് നമ്മുടെ 2025 തീം എന്ന് പറയുന്നത്. അടുത്ത് January 15 ഇന്ത്യൻ ആർമി ഡേ ആണ്. അതുപോലെ January 16 നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആണ്. അതുപോലെ January 26 പരാക്രം ദിവസമാണ്. അതുപോലെ January 24 നാഷണൽ ഗേൾഡ് ചൈൽഡ് ഡേ ആണ്. അതിൻ്റെ തീം നമുക്ക് നോക്കാം. എന്താണ്? എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റർ ഫ്യൂച്ചർ ആണിത് നാഷണൽ ഗേൾസ് ചൈൽഡ് ഡേയുടെ തീം എന്ന് പറയുന്നത്. പക്ഷേ ചിലത് എന്താണ്, ചിലത് തീം ചോദിക്കാറുണ്ട്, ചിലത് ഡേയ്സ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ തീം ഉള്ളതൊക്കെ നിങ്ങൾ മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തീം നോക്കി വെക്കുക. ബാക്കിയുള്ള ഡേയ്സ് മാത്രം എന്താണ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്താണ് ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ. January 24 ആണത് ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. AI ആൻഡ് എഡ്യൂക്കേഷൻ ഹ്യൂമൻ ഏജൻസി ഇൻ ആൻ ഓട്ടോമേറ്റഡ് വേൾഡ് എന്നാണ് ഇത്തവണത്തെ തീം കേട്ടോ. ഓക്കെ, തീം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ January 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ ആണത് ഇതിൻ്റെ നാഷണൽ വോട്ടേഴ്സ് ഡേ അറിയപ്പെടുന്നത്. അടുത്ത നാഷണൽ ടൂറിസം ഡേ എന്നാണ്. അതും January 25 തന്നെയാണ്. ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണത് January 25 നാഷണൽ ടൂറിസം ഡേയുടെ തീം എന്ന് പറയുന്നത്. അതുപോലെ January 26 എന്താണ്? ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എനർജി ആണത് January 26. അതുപോലെ ലാസ്റ്റ് വൺ January 30 എന്താണ്? മാർഷേഴ്സ് ഡേ ആണ്. ഓക്കെ, മാർഷേഴ്സ് ഡേ ആണത് January 30 ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ജാനുവരിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഇതിൻ്റെ എന്താണ് കറണ്ട് അഫയേഴ്സിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്താണ് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പം അടുത്ത മാസത്തെ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, താങ്ക് യു, ബൈ.